ഞാൻ IIT-ലെത്തി. ഐ ഫെൽ ലൈക്ക് വെരി പ്രൗഡ്, ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ ഫെൽ ലൈക്ക് എൻഡ് ഓഫ് ദ ഡ്രീംസ്. ഐ മീൻ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ അൺലേൺ വിത്ത് അജ്മൽ എന്നുള്ള എന്തുണ്ടെങ്കിൽ ആ ഒരു പേരെന്നുള്ള റീസൺ ബീങ് ബേസിക്കലി ഇറ്റ്സ് എൻ എന്താ പറയുക അബണ്ടൻസ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളത് ഭയങ്കര അബണ്ടൻ്റ് ആണ്. അപ്പോൾ അബണ്ടൻസിൽ നമ്മൾ വിട്ടുപോകുന്നതാണ്. അബണ്ടൻസിൽ നമ്മൾ ഒന്ന് വിട്ടുപോകുന്നുണ്ടാവും. ബീയിങ് അക്കൗണ്ടബിൾ ഈസ് ദ ടഫസ്റ്റ് തിങ്. നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നത് അക്കൗണ്ടബിൾ ആവാൻ ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ല. ആ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാർക്കും ഗ്രോത്ത് ഇല്ലാത്തത്. പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, നിങ്ങൾ വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ക്രിയേറ്റ് സം വാല്യൂ. പാരൻസിനോട് ആകെ പറയാനുള്ള കാര്യം എന്താ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളുടെ കുട്ടികൾ എവിടെയെങ്കിലൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് കാണാൻ നിർത്തിയിട്ട് ഞങ്ങളൊക്കെ ഫോട്ടോ ചെയ്യാൻ നിങ്ങളെ കരിയർ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചോ. ലൈക്ക് യു ഗോയിങ് അഗെയിൻ സേ ഒരു 15 വയസ്സ് ആ ഒരു ടൈമിലേക്ക് പോകാന്ന് വെച്ചോ. നിങ്ങൾ എങ്ങനെയായിരിക്കും ഇന്ന് എങ്ങനെയായിരിക്കും ഇത് ബിൽഡ് ചെയ്തുകൊണ്ടുവരുന്നുണ്ടാവും? സോ എല്ലാ കോൺവെർസേഷനും സ്റ്റാർട്ട് ചെയ്യാൻ സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്, എല്ലാ കോൺവെർസേഷനും എൻഡ് ചെയ്യലും സെയിം കോൺവെർസേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാവരും ഡിഫൈൻ ചെയ്യുന്ന കുറേ ലേബിൾസ് ഉണ്ടാവും. നമ്മൾ കിട്ടുന്ന കുറേ ലേബിൾസ് പറഞ്ഞ് അതാണ് ആ ലേബിൾസൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു 3 വാക്കുകളിൽ അല്ലെങ്കിൽ 3 സെൻറ്റൻസിൽ അജ്മൽ ഖാൻ നിങ്ങൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ആലോചിക്കേണ്ട ക്വസ്റ്റ്യനാണ്. എന്നാലും മേ ബി അറ്റ് എ ഫസ്റ്റ് ഷോട്ട് ഒരു പെട്ടെന്ന് ചിന്തിക്കുകയും തീരുമാനിക്കുകയും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ. മേ ബി എന്താ പറയുക, എങ്ങനെ ഒരു ഒറ്റ വാക്കിൽ പറയാന്നുള്ളത് എനിക്കറിയില്ല. 2 പലതിനെയും ലൈക്ക് ഒരു കംപ്ലീറ്റ്ലി ഡാറ്റ ഡ്രിവൺ ആയിട്ട് പലതിനെയും കാണുന്ന ഒരാളാണ് ഞാൻ, റൈറ്റ്. 3-ാമത്തത് ഇന്ന കോർ ഐ ആം എൻ എൻജിനീയർ. ഇതായിരിക്കും എനിക്ക് എന്നെ ഫിക്സ് ചെയ്യാൻ മേ ബി സോൾവിങ് എ പ്രോബ്ലം, എന്ത് പ്രോബ്ലത്തെയും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ, റൈറ്റ്. അത് മേ ബി ഡിഫറെൻറ്റ് ഡൊമൈൻസിലാവാം. ഓക്കെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ലൈക്ക് IIT ഇവിടെയൊക്കെ നിങ്ങൾ ക്രാക്ക് ചെയ്ത്, അത് IIT മദ്രാസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും എന്താ പറയുക ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ടുള്ള ഒരു നിങ്ങൾ 2010 ആ ടൈമിൽ അതിൻ്റെ പീക്ക് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞൊക്കെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് എത്തിപ്പെടാന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാർ സംഭവം കഷ്ടപ്പെട്ടിട്ടെത്തുന്ന ഒരു സ്ഥലമാണ്. അതിന് വെറുതെ ഇവിടെ എത്തിപ്പെടാറില്ല. എങ്ങനെയാലും ഇന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നൊരു പ്രോബ്ലം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതും ഏകദേശം ആ ഒരു ഡൊമൈനിലാണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാം നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ അത് നമ്മളെ ഷെയ്പ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ഇപ്പോൾ അജ്മൽ ആസ് എ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ചിലപ്പം IIT മദ്രാസിൻ്റെയും ഇന്റലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കാം. അതിന് മുന്നുള്ള ഒരു അജ്മലില്ലേ, അതെങ്ങനെയായിരുന്നു? ആ ഒരു സ്പേസ് എങ്ങനെയാണ്? ആ ഒരു അജ്മൽ എങ്ങനെയാണ്? ഒരു നോർമൽ വില്ലേജിൽ നിന്ന് വരുന്നൊരു കിഡ്, ഓക്കെ, വിത്ത് എന്താ പറയുക കുറച്ച് ആസ്പിറേഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള, മേ ബി അക്കാഡമിക്കലി കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇൻ ദ സെൻസ് എന്താ പറയുക അങ്ങനെയുള്ള ചെറുപ്പത്തിലെ എൻ്റെ മദർ ഒരു ടീച്ചർ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് അക്കാഡമിക്കലി മോൾഡ് ചെയ്യപ്പെട്ട ഒരാളായിരുന്നു ഞാനെന്നുള്ളത്. അപ്പോൾ മേ ബി ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുമ്പോഴേക്കും മാത്സിനെയും ഫിസിക്സിനെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, അതിലപ്പുറം മേ ബി എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു സാധനം എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കയ്യിൽ കിട്ടുന്നത് എന്തും, ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ എന്തും വായിക്കുന്ന, പത്രമൊക്കെ അരിച്ചു പെറുക്കി വായിക്കുന്ന, നിങ്ങൾ ചോദിച്ചപ്പോഴേ ഞാൻ ബാക്കിലോട്ടാലേക്കും. അപ്പോൾ അങ്ങനത്തെ ഒരാളായിരുന്നു. മേ ബി ദാറ്റ്സ് ലോസ് സംവെയർ. കുറേ ആ വായന കുറച്ചൊക്കെ എവിടേക്കോ മിസ്സായിട്ടുണ്ട് ഡെഫിനറ്റ്ലി. മേ ബി അങ്ങനെ ഒരു വായനയാണ് ശരിക്കും നമുക്ക് ലോകത്തെ തുറന്നു തന്നതെന്ന് പറയാൻ പറ്റും. നമ്മളിങ്ങനെ കാണുന്നൊരു ലോകത്തെ അല്ലാതെ നമുക്കൊരു ഔട്ടർ വേൾഡിനെ കുറിച്ച് ഉള്ള വലിയൊരു പെർസ്പെക്റ്റീവ് ഒന്നും ഒരിക്കലും ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടില്ല. മേ ബി IIT പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലപ്പുറം അപ്പോഴേ ഉണ്ട്.
അത് മേ ബി ഒരു 11th 12th അത് ആക്ച്വലി തുടങ്ങുന്നത്. ഓക്കെ അതല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. എക്സൽ ചെയ്യണം എന്നുള്ളത് ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ആംബീഷ്യസ് ആയിട്ടുള്ള ഒരാൾ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവില്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു 11th 12th ഒക്കെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഇടപഴകുന്നതും ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരിലേക്ക്. അന്ന് നിങ്ങളെ ഫാസിനേറ്റ് ചെയ്ത സംഭവം ഇന്ന് നിങ്ങളെ അതേ കാറ്റഗറിൻ്റെ അടുത്ത് ഫാസിനേറ്റ് ചെയ്യുന്ന സംഭവം നമ്മളൊരു സംഭവം എന്താ? അത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഞാനെപ്പോഴും എൻ്റെ ഒരു ലൈഫിൽ എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് വന്നു എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങൾ ചോദിക്കുന്നൊരു സംഭവം. അതായത് മേ ബി ഒരു IIT എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു, ഇന്ത്യയിൽ പോലെ സ്ഥലത്ത് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ IIT ഐ ഫെൽ ലൈക്ക് വെരി പ്രൗഡ്, ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ്, നല്ല അച്ചീവ്മെൻറ്റുമാണ് ഡെഫിനറ്റ്ലി ആ ഒരു കാലഘട്ടത്തിൽ. എസ്പെഷ്യലി അങ്ങനെ അധികം ആൾക്കാർ എസ്പെഷ്യലി മലബാറിൽ പോകാത്തൊരു കാലം. പക്ഷേ ഈ ഫെൽ ലൈക്ക് എൻഡ് ഓഫ് ദ ഡ്രീംസ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻഡ് ഓഫ് ദ ഡ്രീംസ് ഇൻ ദ സെൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തൊരു അച്ചീവ്മെന്റ് ഇല്ല, നമുക്ക് ആലോചിക്കാൻ അടുത്തൊരു അച്ചീവ്മെന്റ് അതിൻ്റെ ഒരു പീക്കിൽ കണ്ടു എന്നുള്ള ഒരു തോന്നല് സ്വാഭാവികമായിട്ടും ഞാൻ മേ ബി എത്തിയിട്ടുണ്ട്. എന്താണ് ഞാൻ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ആസ് എ കിഡ് യാതൊരു ധാരണയില്ലായിരുന്നു. അപ്പോൾ അവിടെ IIT പോകുന്നു. IIT പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ 8 മാസമേ ക്ലാസ് ഉള്ളൂ, 4 മാസം വെക്കേഷൻസ് ആണ്. ആ 4 മാസം വെക്കേഷൻ മേ ബി വീട്ടിൽ വരുന്നു, ഞാൻ പിന്നെയും കുറച്ച് കുട്ടികളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ ക്ലാസ്സസ് എടുക്കാനൊക്കെ പോകും. അപ്പോൾ അവിടെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ദേ ആർ ലൈക്ക് സെക്കൻഡ് ജനറേഷൻ IITs. ആ സെക്കൻഡ് ജനറേഷൻ IITs പറഞ്ഞാൽ അവരുടെ ഫാദർ മദർ ഒരു 80s 90s 80s IITs പോയി പഠിച്ച ആളുകളാണ്. വെരി പ്രിവിലേജ്ഡ് എന്ന് പറയാം. ഞാനും മേ ബി എൻ്റെ ഫാദർ ഡോക്ടറാണ്, എൻ്റെ മദർ ടീച്ചറാണ്, എന്നെയും വേണമെങ്കിൽ പ്രിവിലേജ് എന്ന് വിളിക്കാം. പക്ഷെ അവരുടെ ഒരു 1/10 പ്രിവിലേജ് ആക്ച്വലി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രിവിലേജ് എന്ന് അപ്പുറം ഒരു സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. നമ്മുടെ ഒരു ട്രഡീഷൻസ്, നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഹിസ്റ്ററി നമ്മൾ എത്രത്തോളം മുന്നോട്ട്, അത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പം അതിനാണ് ഈ അഫർമേറ്റീവായിട്ട് റിസർവേഷൻ അടക്കമുള്ള സംഭവമാണ് നമുക്കുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു പാസിംഗ് സ്റ്റേഷനാണ് ഈ IITs എന്നുള്ളത്. അവർ എയിം ചെയ്യുന്നത് സ്റ്റാൻഫോർഡ് പോകാനും ഹാർവാർഡ് പോകാനും മേ ബി MIT പോകാനൊക്കെ. അത് നമുക്ക് മനസ്സിലാവുന്നത് മേ ബി ഒരു 2nd year 3rd year ഒക്കെ എത്തുമ്പോഴാണ്. ആൻഡ് വി വർ ലേറ്റ്. ഓക്കെ, അപ്പോൾ അവരതിന് വേണ്ടി ഈ പറഞ്ഞ ഒരു 4 മാസം വെക്കേഷൻ ഉണ്ടാകുമ്പോൾ അവർ ഒരു പ്രൊഫസറിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും എന്തിനാ പോയി ഇയാൾ ഇതൊക്കെ ചെയ്യുന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലിരിക്കും. കാരണം നമുക്ക് അത്ര ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. റൈറ്റ്. ആൻഡ് ആ ഒരു മല്ലു ഗ്യാങ് എന്നുള്ളത് നമ്മൾ എവിടെ പോയാലും മലയാളികൾ പെട്ടെന്ന് എന്താ മലയാളിയാണോ, അതെ, ആ സംഭവം ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും മേ ബി ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരു ക്ലോസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പോഴും മലയാളികളുടെ കൂടെ കമ്പനി ആവുക, മലയാളികളുടെ ഭക്ഷണം, ഒരു ഹോം ഫീൽ നല്ലത് വേണം, കംഫർട്ട് സ്പേസ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ഡ്രീംസിലോട്ടുള്ളൊരു ഒരു സ്പ്രിംഗ് ബോർഡാണ് ശരിക്കും IITs എന്നുള്ളത്. എനിക്ക് കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, മേ ബി എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല, പക്ഷേ മേ ബി മിസ്ഡ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. IIT പഠിച്ചുകൊണ്ടല്ല, IIT പഠിച്ചതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ മേ ബി എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. മേ ബി അവിടുത്തെ ഒരു സംഭവം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അത് പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ളതായിട്ട് യാഥാർത്ഥ്യം. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, പഠിച്ചിറങ്ങിയ ശേഷം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഒരു ഗിവിങ് ബാക്ക് ഫീലിംഗ് എപ്പോഴും പണ്ടേ ഉള്ള ഒരാൾ. പിന്നെ ടീച്ചിങ് എന്നുള്ളതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പണ്ടേ. ഞാൻ ക്ലാസ് ഒഴിവിടുന്ന സമയത്ത് ക്ലാസ് എടുക്കാൻ പോകും. അങ്ങനെ ഞാൻ ഈവൻ യൂട്യൂബിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ആ ഒരു സംഭവം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അവർക്ക് ഒരു നെക്സ്റ്റ് ലെവൽ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. കാരണം ഈ അവയർനെസ് എന്നുള്ളതാണ് ഫണ്ടമെൻ്റലി ഏതൊരു പ്രോബ്ലത്തെയും നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത് അവയർനെസ് വെച്ചിട്ടാണ്. അതിനുശേഷം ബാക്കി എന്തിനും പ്രസക്തിയുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു അവയർനെസ്സേ ഇല്ലാത്തൊരു ഒരു ജനറേഷനാണ് മേ ബി നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു നോർത്തേൺ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന പ്രധാന കാര്യം. അതാണ് അവർ മേ ബി അവരുടെ ഡ്രീംസിനെ കുറച്ചൊക്കെ ഷെയ്പ്പ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും കുറച്ചൊക്കെ മേ ബി. ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു കുട്ടി വന്നാൽ ഇപ്പോൾ പറയാം മേ ബി IIT പോയി നല്ല പ്ലേസ്മെൻറ്റ് വാങ്ങണം എന്നുള്ളതല്ല, അതിനപ്പുറമുള്ള കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്തായിരിക്കും പറയാം. അതിനപ്പുറം എന്ന് പറയുമ്പോൾ എപ്പോഴും പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്തൊരു പയ്യൻ വന്നു, ഈ പറഞ്ഞ കീമിൽ പ്രാവശ്യം 4th റാങ്ക് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ അവൻ ഡെസ്പൈറ്റ് ബീങ് സ്കോറിങ് എന്താ പറയുക 500 താഴെ റാങ്ക് വാങ്ങിയ അവൻ എഞ്ചിനീയറിംഗ് ഫിസിക്സാണ് ഒരു ബ്രാഞ്ചായിട്ട് എടുത്തത്. ഓക്കെ, എല്ലാവർക്കും ഒരു 500 റാങ്ക് വാങ്ങി എല്ലാവരും എടുക്കാൻ മേ ബി കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുത്തത്. ഹി ടോൾഡ് മീ ദാറ്റ് എന്താ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലോട്ട് പോകണം, ഈ റിസർച്ചിലോട്ട് പോകണം.
അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. നമ്മളത് ചെയ്തൊരു അവയർനെസ് പ്രോസസ്സിൻ്റെ ഒരു റിസൾട്ടാണ്. ലൈക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് അവൻ എത്തിയെന്നല്ല, പക്ഷേ ഒരു സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന അവയർനെസ്സിൻ്റെ റിസൾട്ടാണ്. അവന് IIT ബോംബെയിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യുന്നതിന് പകരം അവന് ഈസിലി മേ ബി കമ്പ്യൂട്ടർ സയൻസ് ഏതെങ്കിലും IIT കിട്ടും. പക്ഷേ അതിന് പകരം അവന് ആ ഒരു ജോബ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൻ്റെ അപ്പുറത്തുനിന്ന് അവന് വേറൊരു ലെൻസിലാണ് എന്ത് ചെയ്യുന്നത്, അവൻ ചെയ്യുന്നത് റിസർച്ചിലോട്ട് പോകണമെന്നില്ല. എല്ലാ റിസർച്ചിലോട്ട് പോകണമെന്നല്ല ടൈം പറയുന്നത്. പക്ഷേ ദർ ആർ എന്താ പറയുക ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ അതായത് ഈ ഒരു പെർസ്പെക്റ്റീവിൽ സംഭവം പറയണത് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ 2 സാധനമുണ്ട്. ഒന്ന് നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടൊരു സാധനം ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ ഇത് കേട്ടിട്ടുള്ളൂ. അതുപോലെ സംഭവം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നോക്കും അത് ഇത്രേ ഉള്ളൂ എന്നൊരു സാധനം കേട്ടിട്ടുണ്ട്. ഒരു സാധനത്തിന് മേലെ കുറേ കഷ്ടപ്പെട്ട് നമ്മളത് കിട്ടിയിട്ടാകുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ഇല്ലാന്നൊരു സാധനം പറയുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞൊരു പെർസ്പെക്റ്റീവ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് തോന്നി എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തരത്തിൽ നിങ്ങൾ പറഞ്ഞൊരു സാധനം. പിന്നെ എനിക്ക് നിങ്ങൾ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് നല്ലതായി തോന്നിയത് അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി ഇങ്ങനെ ആയിരിക്കില്ല, അതിന് മേലെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇതേ സാധനം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിന് കാര്യം പറഞ്ഞു. അപ്പോൾ അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവമാണ് പല ആൾക്കാർക്കും അറിയില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് പാട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെറുപ്പം തൊട്ടേ കേൾക്കാനോ ഇന്നും തീരെ താല്പര്യമില്ലാത്തൊരു ഏരിയയാണ്. ഞാനൊരു 11ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 12ിലോ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റ് എന്നുള്ളൊരു ആശയം ഞാൻ കേൾക്കുന്നത്, അതിലേക്ക് എത്തിപ്പെടുന്നത്. അന്ന് തൊട്ടിട്ട് ഞാൻ ഇതിൻ്റെ ഭയങ്കര ആയിട്ടുള്ളൊരു എന്താ പറയുക ഉപഭോക്താവാണ് അല്ലെങ്കിൽ കൺസ്യൂമറാണ്. അതേമാതിരിയാണ് പുസ്തകങ്ങളും. ഇപ്പം ഞാൻ ആദ്യമായിട്ട് എവിടുന്നോ ഏതോ ഒരു ലൈബ്രറിയിൽ, നാട്ടിലുള്ള ഏതോ ഒരു ലൈബ്രറിയിൽ എവിടെ പോയപ്പം കണ്ട പുസ്തകമാണ് ഹൗ ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അന്ന് ആ പുസ്തകം വായിച്ച അന്ന് തൊട്ടിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞ കണക്ക് അന്ന് ഞാൻ പുസ്തകങ്ങൾ വായിക്കാറ്. അപ്പം ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, പല ആളുകൾക്ക് നമ്മൾ പല കാര്യങ്ങളും ആശയങ്ങൾ പറയുന്ന സമയത്തായിക്കോട്ടെ, നമുക്ക് ഇപ്പോൾ ചില ആളെ നമ്മളിങ്ങനെ പറയും ഇന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇന്നാളത്തെ ഇത് കേട്ടു എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നലുണ്ടായിരുന്നു എവിടെയോ ആൾക്കാർക്ക് പല ആളെക്കുറിച്ചും അറിയാത്തത് ഉണ്ടാവലുണ്ട്. അതായത് ഇന്നൊരു മനുഷ്യൻ, ഇപ്പോൾ ഉദാഹരണത്തിന് അജ്മൽ എന്നുള്ളൊരാൾ, നിങ്ങൾ ബിയോണ്ട് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടായിട്ട് ഒരു സംഭവത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ആൾ ഇവിടെ ഉള്ളത് പല ആൾക്കും അറിയുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു ഭയങ്കര മേ ബി അടുത്ത ഒരു സംഭവമായിട്ട് മാറാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടും പല കാര്യങ്ങളും എഴുതുന്നതോ പഠിക്കുന്നതോ പറയുന്നതായിട്ടുള്ള പല ആൾക്കാരും ചിലപ്പോൾ പബ്ലിക്കിൽ ഉണ്ടോ ആരും എത്തിപ്പെടാറില്ല. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങളിപ്പോൾ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതായത് പല ആൾക്കാർക്ക് ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടോ ഈ അവയർനെസ്സിനെ കുറിച്ചിട്ടോ ഒന്നും അറിയുന്നില്ല. പക്ഷെ എന്നാൽ ഈ ഇൻഫർമേഷനും ഈ സംഭവങ്ങളും ഇതിൻ്റെയൊക്കെ പ്രസൻസും ഇതെല്ലാം എല്ലായിടത്തും ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ആരിലേക്ക് എത്തിപ്പെടാത്ത? ഓഫൺ വി ആർ വെരി നെഗ്ലക്ട്ഫുൾ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മുടെ ചുറ്റും ഇന്നത്തെ ഒരു പ്രശ്നം എന്നുള്ളത് ഇൻഫർമേഷൻ ഇല്ലാത്തതല്ല. മേ ബി എൻ്റെ ഒരു ഏജിൽ ഇൻഫർമേഷൻ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരിക്കാം. ഐ മീൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അന്ന് IIT പോകണം എന്ന് നമ്മളോട് പറയാനോ അല്ലെങ്കിൽ IIT പോകണം എന്നുണ്ടെങ്കിൽ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് പറയാനോ എന്തില്ല. അന്ന് ഒരു 2009-ലോ 10-ലോ പോലും ഈവൻ യൂട്യൂബ് പോലും ഐ മീൻസ് ഇറ്റ്സ് നോട്ട് വെരി പോപ്പുലർ. അത്രയൊന്നും നമ്മുടെ യൂട്യൂബിനെ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ ആശ്രയിക്കാത്തൊരു കാലഘട്ടമാണ്. എന്നാൽ റൈറ്റ് നൗ ലുക്കിംഗ് അറ്റ് ദാറ്റ്, ഇപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്നെന്താ, ഇപ്പോൾ ഒരു JEE പഠിക്കുന്ന ഒരു കുട്ടി ചോദിക്കുന്നെന്താ, അവൻ റിസർച്ച് ചെയ്യുന്നത് വിച്ച് ഈസ് ദ ബെസ്റ്റ് ബുക്ക് ടു, അപ്പോൾ JEE മാത്രം എടുക്കാം നമുക്ക്, വിച്ച് ഈസ് ദ ബെസ്റ്റ് ബുക്ക് എന്ന് അന്വേഷിച്ച് മേ ബി അവൻ്റെ ഒരു 5 ദിവസം അവൻ കളയുന്നു. ഹൂ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് അന്വേഷിച്ച് അവനൊരു 5 ദിവസം കളയുന്നു. വാട്ട് ഈസ് ദ ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ എന്ന് അന്വേഷിച്ച് അവൻ വേറൊരു 5 ദിവസം കളയുന്നു. ബേസിക്കലി ഇറ്റ്സ് എന്താ പറയുക അബണ്ടൻസ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളത് ഭയങ്കര അബണ്ടൻ്റ് ആണ്. അപ്പോൾ അബണ്ടൻസിൽ നമ്മൾ വിട്ടുപോകുന്നതാണോ? അബണ്ടൻസിൽ നമ്മൾ ഒന്ന് വിട്ടുപോകുന്നുണ്ടാവും. 2 നമ്മൾ എന്തിനാണിത് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പർപ്പസ് നമ്മൾ മേ ബി എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഇൻഫർമേഷൻ എന്നുള്ളത് അബണ്ടൻ്റ് ആണ്. ഒരു ഡോപ്പമിൻ ഹിറ്റ് എന്നുള്ളത് അബണ്ടൻ്റ് ആണ്. നമ്മൾ റീല് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നു. ഒരു ലാർജർ പർപ്പസ് എന്നുള്ളത് ബേസിക്കലി ഭയങ്കരമായിട്ടും കുറേ ആൾക്കാർക്ക് മിസ്സിങ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ലാർജർ പർപ്പസ് മിസ്സിങ് ആവുള്ള വൺ ഓഫ് ദ റീസൺസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇൻഫർമേഷൻ ഇത്ര അധികം ഉണ്ടായതുകൊണ്ടാണ്. കാരണം നമ്മൾ കാണുന്ന എന്താ പറയുക നമ്മൾ കാണുന്ന ഒരു സക്സസ് സ്റ്റോറീസ് എന്നുള്ളതൊക്കെ അതിനകത്ത് വീണിട്ട് ഇതിനൊക്കെ എന്താ പറയുക ഇതൊക്കെ വളരെ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ബൈ ലക്ക് ഓർ ബൈ ചാൻസ് ഓർ ബൈ വിർച്യൂ ഓഫ് സം ഡിഗ്രി ഓർ ബൈ വിർച്യൂ ഓഫ് സം കോഴ്സ്
കിട്ടുന്നതാണ് എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് പല ആൾക്കാർക്കും ഉള്ളത്. മേ ബി വൺ ഓഫ് ദ റീസൺസ് അതാണ്. എനിക്ക് തോന്നുന്നു ഇൻഫർമേഷൻ തീരെ എവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ നമ്മളത് സ്ട്രൈക്ക് ചെയ്യും, നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവും, നമ്മൾ അതിനു വേണ്ടി നമ്മൾ കുറച്ചുകൂടി വർക്ക് ചെയ്യും. ഇപ്പം മേ ബി നമുക്ക് ആ ഒരു ഫോക്കസ് എന്നുള്ളത് പല ആൾക്കാർക്കും അത്രത്തോളം ഇല്ല എന്നെന്ത് ചെയ്തിട്ടുണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ദാറ്റ്സ് ദ റൈറ്റ്. അതിൽ നിന്നാണ് നിങ്ങൾ ആ ഇന്റലക്ച്വൽ ഒബീസിറ്റി എന്നുള്ള സാധനത്തിലേക്ക് എത്തിപ്പെട്ടെ? ഇന്നവേ യെസ്, ആ ഇന്റലക്ച്വൽ ഒബീസിറ്റി എന്നുള്ളത് ഞാൻ കുറച്ചായിട്ട് ആലോചിക്കുന്ന ഒരു സംഭവമാണ്. ഒന്ന് ഡിഫൈൻ ചെയ്യോ എന്താണ്? ഞാനൊരു ടെഡെക്സ് ടോക്കിൽ സംസാരിച്ച ഒരു സംഭവമാണ് AI ഒരു എപ്പിഡമിക് ഓഫ് ഇന്റലക്ച്വൽ ഒബീസിറ്റി. അതായത് നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു സ്റ്റോറി പറയുന്നുണ്ട്. ഞങ്ങളൊരു എക്സാം നടത്തി, വളരെ ബ്രില്യൻ്റ് ആയ കുട്ടികൾ, ഞങ്ങളുടെ ഫൗണ്ടേഷനൊക്കെ നല്ല ബ്രില്യൻ്റ് ആയ കുട്ടികൾ. അപ്പോൾ ബ്രില്യൻ്റ് ആയ കുട്ടികളിലും ഒരു ഹൈ ആവറേജ് വന്നപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ സസ്പീഷൻ. അപ്പോൾ എല്ലാവരും ഹൈ ആവറേജ് വെച്ചാൽ ഹൈ ആവറേജ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ എക്സ്പെക്ട് ഒരു നല്ലൊരു ആവറേജ് മൊത്തം മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ നമുക്ക് ചെറിയൊരു സസ്പീഷൻ. ഒരുപാട് കുട്ടികളെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്തപ്പം എല്ലാവരും അഡ്മിറ്റഡ് ടു ചീറ്റിംഗ്. ദർ ടോപ്പേഴ്സ് ഇൻ ദർ സ്കൂൾ. അവർ നല്ല കുട്ടികളാണ്, അവരാരും മോശക്കാരാണെന്നല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എന്താ പറയുക, ഒരു ഗൂഗിൾ ലെൻസ് എടുക്കുക എന്നുള്ളത് ഇറ്റ്സ് ടു ഈസിയർ ടു ഡു. ഓക്കെ, സോ വി നീഡ് ഈസിയർ തിങ്സ്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ഒരു 100 റീല് നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്നത്? ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് റിക്വയർ എനി കൈൻഡ് ഓഫ് മെൻ്റൽ എഫേർട്ട്. ഒരു മെൻ്റൽ എഫേർട്ടും വേണ്ടാത്തതുകൊണ്ടാണ് നമുക്കൊരു 100 റീല് നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ളൊരു കണ്ടന്റ് നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ലൈക്ക് വിത്ത് നത്തിങ് ടു വൺ, ഒന്നും നമുക്ക് കിട്ടാത്തൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഇതാന്ന് പറയുന്ന പോലെ നമുക്ക് കണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നതുകൊണ്ടാണ്. അതിന് പ്രത്യേകിച്ചൊരു മെൻ്റൽ എഫേർട്ട്, ഒരു കോഗ്നിറ്റീവ് എഫേർട്ട് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഞാൻ ലേണിങ്ങിൻ്റെ ഒരു ന്യൂറോ സയൻസ് പഠിച്ച ഒരാളാണ്. അപ്പം ലേണിങ് ഹാപ്പൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സം കൈൻഡ് ഓഫ് എഫേർട്ട് കൊടുക്കണം. ഈ എഫേർട്ട് കൊടുക്കുന്ന ഈ സ്ട്രഗിളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ലേണിങ് നടത്തുന്ന സംഭവം. ഏതുപോലെ ഇപ്പം നമ്മളൊരു ജിമ്മിൽ പോയി മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രഗിളാണ്, അതൊരു എഫേർട്ടാണ്. ആ എഫേർട്ടിൻ്റെ എൻഡ് റിസൾട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ആ സ്ട്രഗിളിൽ എനിക്ക് അവിടെ വേദന വന്നു ഇവിടെ വേദന വന്നു എന്നുള്ളത് എന്തല്ല, അതൊരിക്കലും ഒരു കൈൻഡ് ഓഫ് എക്സ്ക്യൂസ് അല്ല, നിങ്ങളുടെ ജേണിയാണ്. ആ സ്ട്രഗിളാണ് നിങ്ങൾ എന്താക്കി മാറ്റുന്നത്, നിങ്ങളെ ബെറ്റർ ആക്കി മാറ്റുന്നത്, റൈറ്റ്? അതേപോലെ തന്നെ ഇൻ്റലക്ച്വലി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി വി ആർ ഗോയിങ് ടു ബി ഡംബർ എന്നുള്ള അത് വളരെ ഒരു വലിയൊരു പ്രശ്നമാണ് ഫ്യൂച്ചറിലോട്ടുള്ള. എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി ഒരു ഡിജിറ്റൽ സ്പേസിൽ ബാധിച്ചിട്ടുള്ള ഭയങ്കര സംഭവം ഇതാണ്. ഓൾറെഡി ഇപ്പോൾ നമ്മൾ അതാണ് ഞാൻ ഒബിസിറ്റി എന്ന് പറഞ്ഞത്. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മേ ബി നമ്മൾ എക്സസൈസ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ ഫാറ്റായി പോകുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, നമ്മുടെ മസിൽസിന് വർക്ക് കൊടുക്കുന്നില്ല. ഇതേ സംഭവം നമ്മുടെ ബ്രെയിനിന് സംഭവിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, മെന്റൽ റോട്ട്. കാരണം നമ്മുടെ ബ്രെയിനോട് നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ ബേസിക്കലി ഒന്നും ചെയ്യുന്നില്ല. ആൻഡ് വി ആർ കൺസ്യൂമിങ് എ ലോട്ട് ഓഫ് ചീപ്പ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കോണ്ടന്റ്. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്താ, എനിക്ക് നെക്സ്റ്റ് ലെവലിൽ ചിന്തിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് പ്രയാസമായി മാറാം എന്നുള്ളതാണ്. ലൈക്ക് നമുക്കൊരിക്കലും ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇത് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ടെക്നോളജി ഇങ്ങനെ ഡേ ടു ഡേ ഇങ്ങനെ ഭയങ്കര അപ്ഡേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഗോരിതംസ് എത്രത്തോളം പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും, അത്രത്തോളം അഡ്വാൻസ്ഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമുക്ക് ഈ ഒരു എന്താ പറയുക, അബൻഡൻസ് ഓഫ് ഇൻഫർമേഷൻ ആയാലും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൺസ്യൂം ചെയ്യുന്ന സംഭവങ്ങളായാലും ഇത് നമുക്കൊരിക്കലും തടയാനും പറ്റില്ല എന്ന് നമ്മൾ ഇവൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ്. ഞാനൊരു 6 മാസം ഇൻസ്റ്റഗ്രാമിൽ എൻറ്റയർലി ബ്രേക്ക് എടുത്തു. ഇൻസ്റ്റഗ്രാം എന്നല്ല, എൻറ്റയർ ഡീടോക്സ് ചെയ്തു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഐ ഫെൽറ്റ് ഡംപ്. ലൈക്ക് ഐ കുഡിൻറ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്ന സമയം 6 മാസം ബ്രേക്ക് എടുത്തിട്ടുള്ളൂ. ആ 6 മാസം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉള്ള ഇൻസ്റ്റഗ്രാം വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാൻ ആകെ പേടിച്ചു പോയി അന്ന്. ലൈക്ക് ഞാൻ അന്ന് ആ ബ്രേക്ക് എടുക്കാനുള്ള റീസൺ ബീങ് വാസ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഇത് എനിക്ക് ഫോക്കസ്, പ്രൊഡക്ടിവിറ്റി അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ റീസെറ്റിംഗ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ തിരിച്ചു വന്ന സമയത്ത് ഐ വാസ് മോർ ആങ്ഷ്യസ് ബിക്കോസ് എനിക്കിത് ക്യാച്ചപ്പ് ചെയ്യണം, എനിക്കിത് പറ്റുന്നില്ല. ഹൗ ഡു യു കോപ്പ് വിത്ത് ദിസ്? അപ്പോൾ അല്ല, ഇത് നമുക്കിപ്പോൾ ഞാൻ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മേ ബി അത് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല, ബിക്കോസ് ഐ എം കോൺവേഴ്സിങ് ത്രൂ ദാറ്റ്. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്ന കാര്യം, നമ്മുടെ ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമുക്ക് റീഇമാജിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ മേ ബി നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് റീഇമാജിൻ ഇൻ ഡിഫറെൻറ്റ് വേസ്, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്തിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഷുഡ് വി ബി മെഷറിങ് ആൻസേഴ്സ് ഇൻ ദിസ്, എന്താ പറയുക, ഇൻ ദിസ് വേൾഡ്, ഓർ
ഷുഡ് വി ബി മെഷറിങ് ദ പ്രോസസ്. നമ്മൾ ഇതൊന്നും അത്ര എളുപ്പമുള്ള സംഭവമല്ല കേട്ടോ. ബിക്കോസ് ലോട്ട് ഓഫ് പെഡഗോഗിക്കൽ ചേഞ്ചസ് ആൻഡ് ഓൾ. ഞാൻ അതിനെന്തല്ല ഒരു റാഡിക്കൽ ചേഞ്ചസിനെ ഞാൻ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയില്ല. ബട്ട് ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് തോട്ട് പ്രോസസ്. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓപ്പൺ എൻഡഡ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് ക്ഷമയുണ്ടോ? മേ ബി ഒരു സുഡോക്ക് നമ്മൾ കൊടുത്താൽ സുഡോക്ക് സോൾവ് ചെയ്യാൻ എത്ര ആളുകൾ ഇരിക്കും? അതൊരു വലിയൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഒരു പസിൽ കൊടുത്താൽ അത് സോൾവ് ചെയ്യാൻ എത്ര ആളിരിക്കും? ഇങ്ങനത്തെ ചില ഫേസസും ബോധപൂർവം നമ്മുടെ പെഡഗോഗിയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ്. അതായത് മേ ബി പസിൽസ്, ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന സംഭവങ്ങൾ, ഒരു ക്രിട്ടിക്കലി ഒരു മേ ബി ഒരു സംഭവത്തെ അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, റൈറ്റ്? ഈവൻ AI ഉപയോഗിച്ചിട്ടാണ്. ഒരു മേ ബി ഒരു AI ജനറേറ്റഡ് എസ്സേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. വി ആസ്ക് ദം ടു ഫൈൻഡ് ദ ഫോൾട്ട്സ് വിത്തിൻ ഇറ്റ്. അതിലെന്താണ് ബയസസ് ഉള്ളത്? ഈ AI വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആസ് ഒരു ഡാറ്റ നോക്കുന്ന ഒരാൾ നമുക്ക് എന്താണ് ഒരുപാട് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ എത്തിക്കൽ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഇതൊക്കെ സോൾവ് ചെയ്യേണ്ടത് ആരാണ്? ഒരു നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ആൾക്കാരിൽ മേ ബി ഒരു 2 ക്ലാസ് സിറ്റിസൺസ് ഉണ്ടാവാം. സമ്മൺ ഹൂ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു ടൂൾസിനെ നന്നായി യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകളും ആൻഡ് കംപ്ലീറ്റ്ലി ഇതിനോട് ഡിപ്പെൻഡ് ആയ ആളുകളും. അപ്പോൾ നമ്മളൊരു ഫേസ്, ഇപ്പം നമ്മൾ ആസ് എൻ അഡൽട്സ് നമ്മൾ ആക്ച്വലി ഒരു കുറേ കൈൻഡ് ഓഫ് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ്സിലൂടെ വളർന്നു വന്ന ആൾക്കാരാണ്. നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നതാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത്. എന്നാൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഓഫ് കുട്ടികൾ എങ്ങനെ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യണം എന്നുള്ളതിന് പകരം മേ ബി ടീംവർക്സ് എങ്ങനെ സോൾവ് ചെയ്യാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇത് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്. ബേസിക്കലി ഫണ്ടമെന്റലി എന്താ പറയുക ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇസ് ബേസിക്കലി ആക്സസ് കുറക്കാന്നുള്ളതോ? അല്ല, ആക്സസ് മേ ബി റെഗുലേറ്റഡ് ആക്കുക എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. റെഗുലേറ്റഡ് ആക്കുക എന്നുള്ളത്, കാരണം ഇതൊരു അൺഇൻറ്റൻറ്റഡ് സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. മേ ബി ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ്. അതായത് ഒരു 2000 എന്നുള്ളത് മാത്രമേ 2010 ശേഷം ജനിക്കുന്ന നമ്മൾ വിളിക്കുന്ന ജെൻ ആൽഫ അല്ലെങ്കിൽ ജെൻ ബീറ്റ ആളുകൾ, നേരെ സ്ക്രീനിലോട്ട് ജനിച്ച് വീണ ആളുകൾ, ഹൗ ദേ വിൽ ടേൺ ഔട്ട് ഇൻ ദ എന്താ പറയുക, അവരുടെ ഒരു കോളേജിൽ എത്തിയിട്ടില്ല, ഒരു കോളേജിൽ എത്താൻ പോകുന്നേ ഉള്ളൂ, റൈറ്റ്? നമ്മൾ ഇപ്പോൾ ആ ജനറേഷനെ കോളേജിൽ നമ്മൾ കണ്ടിട്ടില്ല, ആ ജനറേഷനെ വർക്ക് സ്പേസിൽ നമ്മൾ കണ്ടിട്ടില്ല. ജെൻസിന്റെ വർക്ക് സ്പേസിനെ കുറിച്ച് തന്നെ ഒരുപാട് ഡിബേറ്റ്സ്. ജെൻ ആൽഫിനെതിരെ വർക്ക് സ്പേസിൽ നമ്മൾ കണ്ടിട്ടില്ല. ഗോയിങ് ടു റീച്ച് ആ റീച്ച് അത് എന്താവും എന്നുള്ളത് ഇപ്പോൾ ആർക്കും പ്രഡിക്റ്റബിൾ അല്ല. ഇതൊരു എന്താ പറയുക, ആരും അവരിലോട്ട് ബോധപൂർവ്വം സ്ക്രീൻസിനെ അടിച്ചേൽപ്പിച്ചതല്ല. ബൈ സർക്കംസ്റ്റാൻസ് ദർ ബോൺ ടു ദാറ്റ്. അപ്പോൾ അതിലോട്ട് AI ടൂൾസ് കൂടി, കാര്യങ്ങളെല്ലാം ഭയങ്കര ഈസി ആക്കുന്ന AI ടൂൾസ് കൂടി വരുമ്പോൾ ഹൗ ദാറ്റ് വിൽ ടേൺ ഔട്ട് എന്നുള്ളത് വലിയൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. ശരിക്കും ആ സോഷ്യൽ എക്സ്പീരിമെൻസിനെ നമ്മുടെ കുട്ടികളെ നമ്മൾ എത്രത്തോളം വിധേയമാക്കണം. ലൈക്ക് ദേ ആർ ലൈക്ക് ദ ലാബ് റാറ്റ്സ് ബേസിക്കലി. ഏതൊരു ഐ മീൻ നമ്മൾ ഏതൊരു മരുന്ന് നമ്മൾ മാർക്കറ്റിലോട്ട് നമ്മൾ ഇറക്കുമ്പോഴും ആദ്യം ലാബ് റാറ്റ്സിൽ പരീക്ഷിക്കും. പിന്നെ ക്ലിനിക്കൽ phase 1, phase 2, phase 3 ട്രയൽസ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യനെ പരീക്ഷിച്ചിട്ട് ഇറക്കുക. ഇത് നമ്മുടെ മൈൻഡിനെ ഒരു കൈൻഡ് ഓഫ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് ആൾട്ടറിങ് ടൂൾ. നമ്മുടെ മൈൻഡിനെ ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിസിക്കലി നമ്മുടെ ഹോർമോൺസിനൊക്കെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നുള്ള ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. ഇതേ സംഭവം നമ്മുടെ ഹോർമോൺസിനെയും നമ്മുടെ കെമിക്കൽ റിസപ്റ്റേഴ്സിനെയും നമ്മുടെ ബ്രെയിനൊക്കെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ജെൻ ടൂൾസ് ബാധിക്കുന്നില്ലേ? ഡെഫിനറ്റ്ലി. പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്റ്റഡി നമ്മൾ ശരിക്കും പ്രോപ്പർലി നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർലി നടത്തിയിട്ടാണോ നമ്മൾ റോൾ ഔട്ട് ചെയ്തതെന്നുള്ളത് അതൊരു ഡീപ്പായിട്ടുള്ളൊരു എത്തിക്കൽ ക്വസ്റ്റ്യനാണ്. നമ്മൾ ശരിക്കും എല്ലാ ഒരു ഓപ്പൺ AI അടക്കമുള്ള കമ്പനീസിനോട് നമ്മൾ ചോദിക്കേണ്ട വലിയൊരു എത്തിക്കൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ മേ ബി റെഗുലേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, റൈറ്റ്? മേ ബി വന്നേക്കാം, ഐ ഡോണ്ട് നോ, റൈറ്റ്? ബട്ട് വി ഷുഡ് സ്റ്റഡി മോർ. ഓക്കെ, നൈസ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ബേസിക്കലി പറഞ്ഞിട്ട് എത്തിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞൊരു സാധനം വെച്ചിട്ട് അത് മെൻ്റലി ടയേർഡാണ് ആൾക്കാർ അല്ലേ? ഇപ്പോൾ അത് ഇങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെത്താർജിക് ആയിട്ടൊരു സാധനം ഉണ്ട്. ഇപ്പോൾ ഒരു പ്രോബ്ലം കൊടുത്തതിനാൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നില്ല, ഇപ്പം എല്ലാവരും ഫസ്റ്റ് ഇൻറ്റൻറ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അടക്കാം എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് ഈവൻ ഇപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ നിങ്ങളെടുത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഞാനൊരു കുറേ ഇരുന്ന് ഞാൻ 4-5 മണിക്കൂർ ഇരുന്നിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടാണ് എനിക്കൊരു ഐഡിയ, ഓക്കെ ക്ലിയർ എന്നുള്ള സാധനം കിട്ടിയെന്നുള്ളത്. ആ 5 മണിക്കൂർ ഞാൻ ഇരുന്നത് ChatGPT എടുത്താം. അത് മുന്നേ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 3-4 വർഷം മുന്നേ സിമിലർ സിറ്റുവേഷനിൽ ഞാൻ അന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത്, ഞാനൊരു പുസ്തകവും പെന്നും മാത്രം ഞാൻ മാത്രം ഇരുന്നിട്ടായിട്ടാണ് അതേ സംഭവം ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ചേഞ്ച് എനിക്ക് മേജർലി ഫീൽ ആയിട്ട് സംബന്ധിച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈവൻ ദോ
ലൈക്ക് ഐ സ്പെൻഡ് ദാറ്റ് മച്ച് ഓഫ് ടൈം, എനിക്ക് തോന്നുന്നു കുറേ കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് റീസണിങ് ചിന്തിക്കാൻ അത് നമുക്കൊരു ഇൻപുട്ട് വരില്ലേ. അപ്പം ഞാനിങ്ങനെ ചില വർക്ക്ഷോപ്സിലൊക്കെ കയറുന്ന സമയത്ത് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ്, എന്നാൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇത്ര സ്ട്രക്ചേർഡ് ആയിട്ട് സംബന്ധിച്ച് ചിന്തിക്കൂല. പക്ഷേ നമ്മൾ ഈ ടൂൾസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഒരു പ്ലേ ബുക്കോ വർക്ക് ബുക്കോ എടുത്തിട്ട് വെച്ചിട്ട് ചെയ്യുന്ന സമയത്തായിട്ടാണെന്നുണ്ടെങ്കിലോ നമുക്ക് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് ചിന്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ അത് അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. അതെ, കാരണം എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം, ഞാനതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഞാനൊരു മീറ്റിങ്ങിൽ വി വർ ഡിസ്കസിങ് അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനെ സംബന്ധിച്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവമാണ്, ഞാൻ ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ടില്ല. ആ തിരിച്ചറിവ് മുന്നേ ആയിരുന്നെങ്കിൽ എനിക്കത് ഉണ്ടാവുമായിരുന്നു. കാരണം ഐ എം ഡീപ്ലി ഇൻവെസ്റ്റഡ് ഇൻ മൈ തോട്ട്സ്. നമ്മളവിടെ ലിമിറ്റഡ് അല്ല, ഇവിടെ ലിമിറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈവൻ ദോ ഐ എം സ്പെൻഡിങ് ദാറ്റ് മച്ച് ഓഫ് ടൈം, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇന്നൊരു യൂട്യൂബ് വീഡിയോ 2x കാണാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെരി കോൺഷ്യസ് ആയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സംഭവമാണ്, ഞാൻ 2x വീഡിയോ കാണൂല പറഞ്ഞിട്ട് 1x ഇങ്ങനെ വീഡിയോ കേട്ടിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോവുക എന്നൊരു സംഭവം. പിന്നെ ഒന്ന് സബ് ടൈറ്റിൽ വെച്ചിട്ട് വീഡിയോസ് കാണുന്നത് നിർത്തി, അത് എന്തായാലും നിർത്തി. കാരണം എനിക്ക് ആ ഫോക്കസ് കൊടുത്തിട്ട് പറയുന്നത് കേൾക്കണം എന്നുള്ളതിലേക്കായിട്ട് ഇങ്ങനെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞാൽ ഈ ഇൻ്റലക്ച്വൽ ഒബീസിറ്റി അല്ലെങ്കിൽ ഈ മെൻ്റൽ ഈ എന്താ പറയുക ഫാറ്റിക് അല്ലെങ്കിൽ ലെത്താർജി ഒഴിവാക്കേണ്ടിയിട്ടായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ടോ അല്ലാതെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്സോ അല്ലെങ്കിൽ സ്കിൽസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ പരമാവധി വായിക്കാൻ ശ്രമിക്കും. വായിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് ഇപ്പോൾ ഡെയിലി കുറച്ച് സമയം ആ പുസ്തകത്തിൻ്റെ മേലെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ കുറച്ച് ഡെലിബറേറ്റ്ലി ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അത് നമ്മളെ മെൻ്റലി കുറച്ചൊന്ന് എന്താ പറയുക, കുറച്ച് നമ്മളൊന്നതൊരു തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് അതുകൊണ്ട് മാത്രം. രണ്ടാമത്തെ ഒരു സംഭവം എന്നുള്ളത്, ഇപ്പോൾ ഈ ഒരു ടൂൾസിൻ്റെ ഒരു യൂസേജ്, നമ്മൾ ഇത് എല്ലാം വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ള യൂസേജ് ആണോ എന്നുള്ളത് എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കും. ഭയങ്കര ജുഡീഷ്യസ് ആയിട്ടുള്ള യൂസേജ് ആണോ? നമുക്കൊരു ഡീപ്പ് സെർച്ചിന് ഒരു സാധനം ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് മേ ബി കുറേ ഡാറ്റ നമുക്ക് കിട്ടും. ബാക്കി ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മൾ തോട്ട്സിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? ബേസിക്കലി എവറിത്തിങ് ഈസ് ഡിപ്പെൻഡ് ഓൺ അവർ പ്രോംപ്റ്റ്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അതിൻ്റെ ഒരു ആംഗിളിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മേ ബി ഒരു 100 വാക്കുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കാം, ഒരു 10 വാക്കുള്ള പ്രോംപ്റ്റ് കൊടുക്കാം. അത് രണ്ടും അതിനുള്ള ഔട്ട്പുട്ട് വിൽ ബി ഫണ്ടമെൻ്റലി ഡിഫറെൻറ്റ്. ആൻഡ് അൾട്ടിമേറ്റ്ലി എന്താ പറയുക, എ ഈസ് ആസ് ഓഫ് നൗ വെരി ഡംപ്. അതായത് ബേസിക്കലി എല്ലാം ചെയ്യുന്നത് ടെക്നിക്കലി വരാനിരിക്കുന്ന നെക്സ്റ്റ് വേർഡിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വരാനിരിക്കുന്ന നെക്സ്റ്റ് വേർഡിനെ പ്രെഡിക്റ്റ് ചെയ്ത് അതുകൊണ്ടാണ് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ 1 by 1 ആയിട്ട് വേർഡ്സ് വരുന്നത്. ഇറ്റ്സ് നോട്ട് ജനറേറ്റിംഗ് സംതിങ് ആസ് എ ഫോർട്ട്. അതൊരു 5 വാക്ക് ജനറേറ്റ് ചെയ്ത ശേഷം ഈ 5 വാക്ക് കൊടുത്തിട്ട് ആലോചിക്കുന്ന 6ാമത്തെ വാക്ക് ഇങ്ങനെയാണെങ്കിൽ 6ാമത്തെ വാക്കിന് എന്താവാനാണ് പ്രോബബിലിറ്റി. അപ്പോൾ വളരെ ലിമിറ്റഡ് തോട്ട് പ്രോസസ്സ് മാത്രമാണ് ഇന്നവേ എന്ത് ചെയ്യുന്നത് അതിൽ നടക്കുന്നത്. ബേസിക്കലി നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് പ്രോംപ്റ്റിങ്ങിനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ കുറച്ചൊരു ഓഫ് ടൈം എപ്പോഴും ഒരു സ്ക്രീനിന് കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഭയങ്കര സ്ട്രക്ചേർഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ല. മേ ബി ആലോചിക്കേണ്ടതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. അത് ഞാനും ബീറ്റ് ചെയ്യേണ്ട ഒരു സാധനം കൂടി ഇപ്പോൾ ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ജനറലി ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ വെരി സെലക്റ്റീവായിട്ട് കണ്ടന്റ് കാണുന്നുള്ള ഒരാളായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മളിങ്ങനെ നമ്മുടെ ഫീഡ് ക്ലറ്റേർഡായിട്ട് അത് വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉള്ള കൺസെപ്ഷൻസ് ഞാൻ എൻറ്റയർലി മാറ്റിയിട്ട് സെർച്ച് ബേസ് ചെയ്തിട്ട് മാത്രം ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ പോയിട്ട് ഫീഡിൽ കാണാത്തതിന് അപ്പുറത്തോട്ടായിട്ട് ഇപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നു, അത് പോയി സെർച്ച് ചെയ്തിട്ട് അതിൽ ഞാൻ പിന്നെ ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, വൺസ് ഐ ഫീൽ ലൈക്ക് ടു മച്ച് അഡിക്റ്റഡ് ടു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നൊക്കെ തോന്നും. കാരണം ഈ ഒരു സംഭവം നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ഇൻസ്റ്റാഗ്രാം ലൈക്ക് അതിൽ റീൽ ഇടുമ്പോൾ എത്ര ലൈക്ക് കിട്ടി, എത്ര ഷെയർ ആയി, എത്ര ആൾ സേവ് ചെയ്തു, സ്വാഭാവികമായിട്ടും അതിനുള്ള ടെൻഡൻസി നമുക്ക് ആർക്കാരും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആപ്പ് ഡിലീറ്റ് ചെയ്യും. ആപ്പ് ഡിലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കയറേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സൊഫാരി വഴിയോ ക്രോം വഴിയോ നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യണമെങ്കിൽ പാസ്വേഡ് അടിക്കണം. ഇറ്റ്സ് എന്താ പറയുക, ഒരു മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട്. ആ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബേസിക്കലി ചെയ്യും. പിന്നെ ഫോണിൽ ഞാനൊരു ഫോറസ്റ്റ് പോലത്തെ ആപ്സൊക്കെ, എന്താ പറയുക, ഫോറസ്റ്റ് ബേസിക്കലി ഒരു എന്താ പറയുക, ഒരു ട്രീ ഇങ്ങനെ ഗ്രോ ചെയ്യും. ഒരു 20 മിനിറ്റ് നമ്മൾ ഫോക്കസ് ടൈം വെച്ചാൽ ആ സമയത്തൊരു
ട്രീ ഇങ്ങനെ ഗ്രോ. ഈ സെൻ മോഡൊക്കെ പോലെ. അതെ. അപ്പോൾ ആ സമയത്ത് വേറെ ആപ്പൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ല, ട്രീ നശിച്ചു പോകും, ഡിജിറ്റൽ ട്രീ. അപ്പോൾ നമുക്കൊരു സങ്കടം, വേറെ ഒന്നുമില്ല, ആ ഒരു ഇമോഷൻ, വേറെ പ്രത്യേകിച്ച് ലോജിക് ഒന്നുമില്ല. പക്ഷെ അതൊക്കെ വർക്കാവാറുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രീസ് ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നേരത്തെ ഡിജിറ്റൽ ടൂൾസ്, വെൽബീയിങ് ടൂൾസ് ഒക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ ഒന്ന് നമ്മളെ കോൺവെർസേഷൻ്റെ ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്യും. കുറേ ഐഡിയ നിങ്ങളെ ഐ മീൻ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ അൺലേൺ വിത്ത് അജ്മൽ എന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു പേരെന്നിടാനുള്ള റീസൺ ബീം, ലൈക്ക് വൈ അൺലേണിങ്? ഞാൻ ആദ്യം അജ്മൽസ് ക്ലാസ് റൂം എന്നുള്ള പേരിൽ ഞാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ഇനീഷ്യലി ഉദ്ദേശിച്ചിരുന്നത് ക്ലാസ്സസ് ഇടുക എന്നുള്ള പേര്. ഫസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യാത്ര ആക്ച്വലി അത്ര സജീവമായി അല്ലായിരുന്നു. മേ ബി ലാസ്റ്റ് ഒരു 1.5-2 ഇയേഴ്സിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്രത്തോളം ഞാൻ കയറുന്നത്. യൂട്യൂബിൽ ഞാൻ അജ്മൽസ് ക്ലാസ് ഇടാൻ കാരണം ഇത് പറഞ്ഞ പോലെ ഫിസിക്സും മാത്സും ഒക്കെ ക്ലാസ്സസ് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടി പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ചും ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിനെ കുറിച്ചും എക്സാംസിനെ കുറിച്ചും പിന്നെ അനാലിസിസുകളൊക്കെ നടത്തുക. അപ്പോൾ എനിക്ക് തോന്നി ഒരു ക്ലാസ് റൂം അല്ല ബേസിക്കലി ഞാൻ റൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പേര് ആലോചിച്ചപ്പോൾ ബേസിക്കലി ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഹൗ ഷുഡ് യു ചേഞ്ച് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് കുറേ കാര്യങ്ങൾ. അതേപോലെ ആളുകളുടെ വളരെ കോമൺ ആയിട്ടുള്ള നോഷൻസ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള നോഷൻസ് ഒക്കെ ചാലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കുറേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൺലേൺ എന്നുള്ളത് ഒരു റൈറ്റ് വേർഡ് ആയിട്ട് ഹൗ ടു അൺലേൺ ഇപ്പോൾ പല ആൾക്കാർക്കും അറിയാത്തൊരു സംഭവമാണ്. പഠിക്കുക എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവരും പറയുന്നില്ല, ലേൺ ചെയ്യുക കോളേജ് വരെയെങ്കിലും എന്നുള്ളതാണ്. പക്ഷെ കോളേജിന് ശേഷം ഒരു ലേണിങ്ങും അതുപോലെ ആൾക്കാരും ചിന്തിക്കാറില്ല. അൺലേണിങ് എന്നുള്ളത് തീരെ ചിന്തിക്കാറില്ല. കാരണം നമുക്കറിയുന്നൊരു സംഭവം നമുക്കത് അറിയാം, ഇതെൻ്റെ അഭിപ്രായം, എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളതിലേക്ക് ചിന്തിക്കാറുണ്ട്. എന്നാൽ ആ അഭിപ്രായം തിരുത്താനോ അല്ലാതെ അതിനെക്കുറിച്ച് അൺലേൺ ചെയ്യാനോ പുതിയൊരു കാര്യം പഠിക്കാനോ ലേൺ അൺലേൺ റീലേൺ എന്നുള്ളൊരു കേർവ് ക്രിയേറ്റ് ചെയ്യാൻ ആരും ചിന്തിക്കാത്തൊരു സംഭവമാണ്. അൺലേണിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, പ്ലസ് ഹൗ ടു ആക്ച്വലി അൺലേൺ? അതായത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നൊരു കാര്യം എന്നുള്ളത് ക്രൗഡിനെ ഫോളോ ചെയ്യുക എന്നുള്ള. ഓക്കെ, എന്തൊരു കാര്യത്തിലും ജസ്റ്റ് ഫോളോയിങ് ദ ക്രൗഡ്. ഈവൺ ഞാൻ എൻ്റെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നൊരു ഏരിയ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ, എല്ലാവരും ഇങ്ങോട്ട് പോകുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും വിദേശത്തോട്ട് പോകുന്നു, ഇപ്പം എല്ലാവരും MBBS പോകുന്നു, ഇപ്പം എല്ലാവരും എഞ്ചിനീയറിംഗ് പോകുന്നു, സ്വയം പോയി ഇപ്പോൾ എല്ലാവരും ഈ ഒരു അപ്സ്കില്ലിങ് സാധനത്തിലോട്ട് പോകുന്നു. അതാണ് ബേസിക്കലി. ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കുറച്ച് ക്രിട്ടിക്കലി നമ്മൾ തിങ്ക് ചെയ്യണം. നമുക്ക് കുറച്ചുകൂടി അധികം പേഴ്സ്പെക്റ്റീവ്സ് വേണം. ഈ ഒരു ട്രെൻഡിനപ്പുറത്തോട്ടുള്ള ലിമിറ്റഡ് ആളുകളുടെ സർക്കിളിനപ്പുറമുള്ള ചില പേഴ്സ്പെക്റ്റീവ്സ് നമുക്ക് വേണം. അല്ലെങ്കിൽ നമുക്ക് വായനയിലൂടെ കിട്ടുന്ന, പുറത്തുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ കിട്ടുന്ന, ഡാറ്റയിൽ നിന്ന് കിട്ടുന്ന, ഇതൊക്കെയാണ് ബേസിക്കലി അൺലേണിംഗ്. ആർക്കും ഇഷ്ടമുള്ളൊരു ഇഷ്ടമുള്ള സംഭവമല്ല ഡാറ്റ എന്നുള്ളത് ആർക്കും. കാരണം ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് അൺലേണിങ്ങിനുള്ളൊരു ബേസിക് ടൂൾ സെറ്റ് എന്നുള്ളത്. നമ്മൾ കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ചെയ്യുക, നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാവാം എന്നുള്ളത് എന്ത് ചെയ്യുക. ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ് വന്നുകൊണ്ട് എടുക്കുകയാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരിടത്ത് വായിച്ചൊരു സാധനമാണ്. അതെനിക്ക് തോന്നുന്നു അടുത്തൊരു 5 to 10 ഇയേഴ്സിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടൊരു സ്കിൽ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കും എന്നൊരു സംഭവം. ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും ഐ തിങ്ക് മോസ്റ്റ്ലി ചിന്തിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് നമ്മളിൽ നോളജിൻ്റെ ബേസിൽ നമ്മൾ എടുത്തിട്ട് അത് ഡംപ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നു എന്നൊക്കെ ഇതിലേക്കായിട്ടാണ്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ബെറ്റർ ആക്കാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളൊരു ക്രിട്ടിക്കൽ തിങ്കറായിട്ട് മാറുക? ഈ ഡാറ്റനെ ബേസ് ചെയ്തിട്ട് തന്നെയാണോ? ഡാറ്റ റീഡിങ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ ഉത്തരങ്ങൾ എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു പുസ്തകം വായിക്കുമ്പോൾ എനിക്കങ്ങായിട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു വളരെ പേഴ്സണലായിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മൊത്തത്തിൽ അൺലേണിനെ കുറിച്ചുള്ള ഒരു ഫിലോസഫർ ഒന്നല്ല. പക്ഷേ എൻ്റെ ലൈഫിൽ പലപ്പോഴും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഈവൻ ലിമിറ്റഡ് ആണെങ്കിൽ പോലും വായിക്കുന്ന ബുക്സാണ് പലപ്പോഴും എന്ത് ചെയ്യണത്, ഭയങ്കര പേഴ്സ്പെക്റ്റീവ് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാറുള്ളത്. ആ പേഴ്സ്പെക്റ്റീവ് ചേഞ്ചസ് ആണ് പിന്നെ അതിലുള്ള ഡാറ്റയിലോട്ട് നമ്മുടെ തോട്ട് കൊണ്ടുപോകുന്ന നെക്സ്റ്റ് ലെവൽ എന്താണ്, ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ചസ്. അതായത് ബേസിക്കലി നമ്മൾ കാണുന്ന സംസാരിക്കുന്ന ആളുകൾ അതൊരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലൂപ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനില്ല, ഓപ്പൺ ആയിട്ട് സംസാരിക്കില്ല. അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്ട്രോവേർട്സ് ആവണമെന്നോ എല്ലാവരോടും പോയി നെറ്റ്വർക്ക് ചെയ്തോണമെന്നൊന്നുമില്ല. ഇതിന് നമുക്കുള്ള ആശ്രയം എന്താണ്, മേ ബി പറഞ്ഞ പോലെ യൂട്യൂബിലുള്ള ടോക്സ് ആയിരിക്കാം, അതേപോലെ തന്നെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ബുക്സ് ആയിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ഫസ്റ്റ് ലെവൽ ടൂൾസ് എന്നുള്ളത്. നമ്മുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫസ്റ്റ് സംഭവം എന്നുള്ളത് ഇതാണ്.
ഈ ഐഡിയാസ് ഓപ്പൺ അപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നതും ആക്ച്വലി ഒരു ബുക്ക് കൾച്ചറാണ്. ബുക്സിലൂടെയുള്ള കൾച്ചറാണ് എന്ത് ചെയ്യണത്. അതായത് വി ഷുഡ് ബി ഓപ്പൺ ടു ഐഡിയ എന്നുള്ളത് മേ ബി ബിയോണ്ട് ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ ബിയോണ്ട് നമ്മുടെ പിയർ ഗ്രൂപ്പ്. ഇത് പഠിപ്പിക്കുന്നത് എന്താണ്, നമുക്ക് വേറെ തോട്ട്സ് നമുക്ക് കിട്ടുമ്പോഴും അത് പേഴ്സ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോഴാണല്ലോ. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറ്റേ ഇൻറ്റലിൽ വെരി ടെക്നിക്കൽ ആയിട്ടുള്ളൊരു പൊസിഷനിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് യു ആർ എൻ എഞ്ചിനീയർ, കഴിഞ്ഞിട്ടായിട്ട് നിങ്ങൾ പോവാണ്. പക്ഷെ എന്നാലും ടെക്നിക്കൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഞാൻ കണ്ടിട്ടൊരു സംഭവമാണ്, നമ്മളിപ്പോൾ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ കരിയറിന് വേണ്ടിയിട്ടായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ആ ജോബ് ചെയ്യേണ്ടിയിട്ടായിട്ടുള്ള എല്ലാ സ്കിൽസും നമ്മൾ അക്വയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ഇനി ഒരു കോഴ്സ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആ ജോബ് എങ്ങനെ സെക്യൂർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പോയിട്ട് പഠിക്കുന്നൊക്കെ ചെയ്യുന്നു. എന്നാൽ അവിടെ എത്തിക്കേണ്ടത് നമ്മൾ തിരിച്ചറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ലൈക്ക് നമുക്ക് എങ്ങനെ, പല ആൾക്കും അറിയാത്തൊരു സംഭവമാണ് എങ്ങനെ കരിയർ ഗ്രോ ചെയ്ത് വരണം. അല്ലാന്നുണ്ടെങ്കിൽ ജോലിക്ക് കയറാൻ എല്ലാവർക്കും അറിയാം, എന്നാൽ ജോലിക്ക് കയറിയിട്ട് അവിടെ ഗ്രോ ചെയ്യാൻ പല ആൾക്കാർക്കും അറിയില്ല. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത സ്കിൽസ് അല്ലാതെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയൊരു ഏരിയ എന്താണ്? ഈവൻ ദോ ആഫ്റ്റർ യു പുട്ട് ഇൻ എ വെരി ഗുഡ് കോളേജ്, സ്കിൽ വൈസ് നിങ്ങൾ ഗുഡാണ്, ഒക്കെയാണ്, എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചറിവ് എങ്ങനെയായിരുന്നു? മേ ബി ഒരു വർക്കിന് ഓണർഷിപ്പ് എടുക്കുക എന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നത്. ബീങ് അക്കൗണ്ടബിൾ ഈസ് ദ ടഫസ്റ്റ് തിങ് എനിക്ക് പലപ്പോഴും തോന്നാറ്. അക്കൗണ്ടബിൾ ആവാൻ ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ല. എന്താ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എക്സ്ക്യൂസസ് കണ്ടെത്താനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അക്കൗണ്ടബിൾ ആവാൻ, ഓണർഷിപ്പ് എടുക്കാൻ ഇതില്ല പല ആൾക്കാർക്കും. ഞാനും അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഫസ്റ്റ് ജോബിന് കയറിയപ്പം, എസ്പെഷ്യലി നമ്മളൊരു വലിയൊരു കോർപ്പറേറ്റിൽ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ അത്രത്തോളം അക്കൗണ്ടബിലിറ്റി നമ്മൾ മേ ബി അത്ര ഏറ്റെടുക്കില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടാവാം. പക്ഷേ പിന്നെ ഞാൻ തന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കരിയറിലൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തു. ബ്രേക്ക് ഇൻ ദ സെൻസ്, ഞാൻ ഫസ്റ്റ് റിസൈൻ ചെയ്യാൻ ആലോചിച്ചു. പിന്നെ തോന്നി ഐ ജസ്റ്റ് വിൽ ട്രൈ ഫോർ ഒരു സിവിൽ സർവീസ്, അങ്ങനത്തെ ഒരു സാധനത്തിൽ ഭയങ്കര ഡ്രീം ഉണ്ടായിട്ടൊന്നുമല്ല, ഇന്നൊരു ഡിഫറൻസ് സാധനം ഈ പറഞ്ഞ പോലെ ട്രൈ ചെയ്യാന്നുള്ള അവസ്ഥത്തിൽ ഞാൻ റിസൈൻ ചെയ്യാറുണ്ട്. എൻ്റെ മാനേജർ ഒന്ന് റിസൈൻ ചെയ്യേണ്ട, ഗുഡ് പേഴ്സൺ, ലൈക്ക് ഒരാളെ നമുക്ക് ലൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ടേക്ക് ലീവ്, ഒരു 2-3 മാസം ലീവ് എടുത്തതിൽ എനിക്ക് എന്തുണ്ട്, സിവിൽ സർവീസിന് പഠിച്ചു എന്നുള്ളതിനപ്പുറം മേ ബി ഒരു ജോബിൻ്റെ ഇങ്ങനെ ഒരു ഗ്രൈൻഡിൽ ഇങ്ങനെ പോകുന്നതിനപ്പുറം പുറത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റി, കുറച്ചുകൂടി ചിന്തിക്കാൻ പറ്റി. ഈ പറഞ്ഞ ഒരു റിഫ്ലക്ഷൻ, ഒരു സെൽഫ് റിഫ്ലക്ഷൻ കൈൻഡ് ഓഫ് ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പോഴാണ് എനിക്ക് കിട്ടിയൊരു സംഭവം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് അക്കൗണ്ടബിൾ ആവുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാർക്കും ഗ്രോത്ത് ഇല്ലാത്തത്. ഇഫ് യു ഹാവ് അക്കൗണ്ടബിലിറ്റി യു വിൽ ഹാവ് ഗ്രോത്ത്. പക്ഷേ ടു ടേക്ക് ദാറ്റ് അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ കുറച്ചൊരു എക്സ്ട്രാ മൈല് നിങ്ങൾ പോകേണ്ടി വരും. അക്കൗണ്ടബിലിറ്റി എങ്ങനെ എടുക്കാം? അക്കൗണ്ടബിലിറ്റി അതൊരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിനോടുള്ള ഓരോ പേഴ്സ്പെക്റ്റീവ് എന്താണ്. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ജോബ് നിങ്ങൾ ചെയ്യുന്നു. ആ മാർക്കറ്റിംഗ് ജോബിൽ നിങ്ങൾക്ക് മേ ബി പരാതി പറയാം, എനിക്ക് മാർക്കറ്റിംഗ് മേ ബി അത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ഇത്ര ബഡ്ജറ്റ് നിങ്ങൾ തരാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏത് കമ്പനി പോലും നമ്മളിങ്ങനെ പരാതികൾ പറയുന്നൊരു ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും. അതായത് അത് ശരിയല്ല, കമ്പനി അത് ചെയ്യുന്നത് ശരിയല്ല, കമ്പനി കുറച്ചുകൂടിയും എന്ത് ചെയ്യണം. ഇപ്പോൾ എന്നോട് ഇപ്പോൾ X&Yയുടെ ഞാൻ സ്റ്റാഫ് മീറ്റിംഗ് ഇനീഷ്യലി വിളിച്ചപ്പോൾ പല ആൾക്കാരും വന്ന് പറഞ്ഞത്, നമ്മൾ കുറച്ചുകൂടി വിസിബിൾ ആണ്, നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കണം, നമ്മൾ ഹോർഡിങ്സ് വെക്കണം. പക്ഷേ ആ പത്രത്തിൽ പരസ്യം വെക്കണമെങ്കിലുള്ള അല്ലെങ്കിൽ ഹോർഡിങ്സിൽ വെക്കണമെങ്കിലുള്ള കോസ്റ്റിനെ കുറിച്ച് എന്തല്ല അവർ ബോധേടല്ല. മേ ബി ദേ ഡോണ്ട് ഹാവ് വിസിബിലിറ്റി ആൾസോ. പക്ഷേ നമ്മളൊരു ചെറിയ കമ്പനിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ കൺസ്ട്രെയിൻസ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ റിസോഴ്സസിനെ മാക്സിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കുന്ന ഒരു 5% ആൾക്കാരോ അല്ലെങ്കിൽ ലെസ് ദാൻ 5% ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അവരായിരിക്കും ഒരു റിയൽ ഒരു ലീഡേഴ്സായിട്ട് എന്ത് ചെയ്യുക മാറുക സെയിൽസിൽ. അത് അവരാ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, അവരാ പ്രോസസ്സിനെ ഓണർഷിപ്പ് എടുക്കുന്നുണ്ടോ, അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ. ഈവൻ ഇഫ് യു ഫെയിൽ, ഞങ്ങൾ ഫെയിലായി എന്നുള്ളത് ധൈര്യത്തോടുകൂടി പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ, അത് വലിയൊരു ആറ്റിറ്റ്യൂഡാണ്. അതെങ്ങനെ അക്വയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അത് എനിക്കറിയില്ല. പക്ഷെ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ നിർബന്ധമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളല്ലേ, ഇതേ സാധനം എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ചൈൽഡ്ഹുഡിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അത് നമ്മൾ വളർന്നു വന്നിട്ടുള്ള ഇതൊരു എന്താ പറയുക റീസൺ അല്ല, അല്ലാതെ അതിൻ്റെ അതുകൊണ്ടാണ് ഒഴിവാക്കുന്ന സാധനമല്ല. പക്ഷെ നമ്മൾ ആരും തിരിഞ്ഞു നോക്കാത്തൊരു ഏരിയയാണ് നമ്മുടെ ചൈൽഡ്ഹുഡ്.
നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വളരുമ്പം ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്നുള്ള സംഭവം നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, ഉണ്ടാവരുത്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് നമ്മുടെ കരിയറിൽ, അത് ചൈൽഡ്ഹുഡ് ഭയങ്കരമായിട്ട് കരിയറിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് പല ആൾക്കും അറിയില്ല. റീസൺ ബീങ് അവർ ഒട്ടും സ്വന്തം, നമ്മളിപ്പം പറഞ്ഞിട്ട് റിഫ്ലക്ഷൻ എന്നുള്ള സംഭവം പറയുന്നുണ്ടല്ലോ, സെൽഫ് അവെയർ ആവുക എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് പല ആൾക്കാരും ചിന്തിക്കാറേ ഇല്ല, അത് വരികയില്ല. ഈവൻ എല്ലാവരും ചിന്തിക്കുന്ന ഒരു ഏറ്റവും കോമൺ, ഏറ്റവും സിമ്പിളായിട്ട് സംഭവം പറയുകയാണ്, എല്ലാ ഇൻ്റർവ്യൂസിലും ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് പലതും പറയാനുണ്ടാവും. സ്ട്രെങ്ത് ചിലപ്പം അച്ചടിച്ച് വന്നിട്ടുള്ള ഇപ്പം എൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ടൈം മാനേജ്മെൻറ്റ് എന്നൊക്കെയുള്ള സാധനമൊക്കെ പറയാനുണ്ടാവുക. പക്ഷേ സ്വന്തം വോട്ട് ഐ എം കേപ്പബിൾ ഓഫ്, അല്ലാന്നുണ്ടെങ്കിൽ വോട്ട് ഐ എം നോട്ട് കേപ്പബിൾ ഓഫ് എന്നുള്ളത് സ്വന്തം പേഴ്സണൽ ലൈഫിൽ നിന്ന് എടുത്തിട്ട് പറയാനോ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ളൊരു പിന്നെ അത് നമ്മൾ റെസ്യൂമേഴ്സ് ഒക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ, ഞാനിങ്ങനെ അല്ലെങ്കിൽ എന്തിനാണ് ഈ സാധനങ്ങൾ, ഞാൻ എൻ്റെ റെസ്യൂമിലൊന്നും ഒരിക്കലും ഞാൻ ഭയങ്കര എന്താ പറയുക ഹാർഡ് വർക്കർ ആണെന്നോ ഇതൊന്നും എഴുതിയിട്ടില്ല. വാട്ട് ഐ ഡൺ ഈസ് ഞാൻ ഇന്ന് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഷുഡ് ഷോ ദാറ്റ് ടു ദ പീപ്പിൾ ദാറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഇത്ര സമയം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പബ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഷോസ് മീ ദാറ്റ് ഐ ആം എ ഹാർഡ് വർക്കർ. അല്ലാതെ ഞാൻ ഹാർഡ് വർക്കറാണ് നിന്റെ റെസ്യൂമിൽ എഴുതിയിട്ട് നോ വൺ ഈസ് ഗോയിങ് ടു കെയർ അല്ലേ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് റിഫ്ലക്ഷൻസ് ഉണ്ടാവാം, റിസ്ക് അവേഷൻ എന്നുള്ളൊരു സാധനം ഉണ്ടാവാം. എത്രത്തോളം റിസ്ക് എടുക്കാൻ നിങ്ങൾ റെഡിയാണ്, റിസ്കിനനുസരിച്ച് തന്നെയാണ് എന്തുള്ളത്, റിവാർഡ്സ് ഉള്ളത്. ആ റിസ്ക് അപ്പറ്റൈറ്റ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു സംഭവം ഉണ്ടാവാം. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എത്രത്തോളം എന്താ പറയുക ആത്മാർത്ഥതയോടു കൂടി നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടാകും. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡും നമ്മൾ വളർന്നു വന്നിട്ട് നമ്മുടെ പാരൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, വർക്കിനെ വളരെ ലൈറ്റായി കണ്ട ആൾക്കാരാണോ അതോ വളരെ ലൈറ്റ് കണ്ട ആൾക്കാരാണോ എന്നൊക്കെ ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാവും. ഒന്നാമത്തെ പറഞ്ഞാൽ 20s ആർക്കും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. വെരി പ്രിവിലേജ്. ബേസിക്കലി ചിന്തിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ നമ്മൾ കാണുന്നത് യു ജസ്റ്റ് ലുക്ക് അറൗണ്ട് മില്യണേഴ്സ് 21, 18 ഏത് ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാണുന്നത്. അവർക്കാണ് കൂടുതൽ വിസിബിലിറ്റി ഉള്ളത്. അങ്ങനത്തെ സ്റ്റോറീസിനാണ് കൂടുതൽ റീച്ച്, ആക്സെപ്റ്റൻസ് ഉള്ളത്. ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ചിന്തിക്കുന്നത് എന്താ, ആളുകൾ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് ലൈഫിൽ സെറ്റ് ആവാം. എന്ത് ലൈഫിൽ സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ, ലൈഫിൽ സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഞാനതിനെ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, എന്നിട്ട് ഒരു 22ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 23ാമത്തെ വയസ്സിൽ ഒരു ഡിഗ്രി കഴിയുന്ന പ്രായത്തിൽ ഒരു 50,000-60,000 രൂപ എനിക്ക് ഒരു മിനിമം നിങ്ങൾക്ക് സാലറി വേണം. അതേപോലെ തന്നെ ലുക്കിംഗ് ഫോർവേഡ് അതിലൊരു ഗ്രോത്ത് ട്രജക്ടറി നിങ്ങൾക്ക് കാണും. ആ ഒരു 60,000 4 കൊല്ലം കഴിഞ്ഞിട്ട് 60,000 നിൽക്കരുത്. ഷുഡ് ബിക്കം എന്താ പറയുക 2x എങ്കിലും ഏറ്റവും മിനിമം ആവണം. റൈറ്റ്. ഇതാണ് നമ്മൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആഫ്റ്റർ യുവർ ജോബ് ഹവേഴ്സ് നിങ്ങൾക്ക് മേ ബി കുറച്ചും കൂടി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റും, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. എനിക്ക് വളരെ സിമ്പിളായി ചോദിക്കാനുള്ളത്, ഏത് കോഴ്സ് കഴിഞ്ഞാലാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കോഴ്സും എൻ്റെ അറിവിലില്ല. ഇപ്പോൾ നിങ്ങളൊരു IIT പോയിട്ട് നിങ്ങളൊരു BTech കഴിഞ്ഞാൽ പോലും മേ ബി ഫസ്റ്റ് പറഞ്ഞ സാലറി നിങ്ങൾക്ക് കിട്ടും, രണ്ടാമത് പറഞ്ഞ ഗ്രോത്തും മേ ബി ലുക്കിംഗ് ഫോർവേഡ് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. പക്ഷെ ആ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മൂന്നാമത് പറഞ്ഞ ചില്ല് ചെയ്യാന്നുള്ള സംഭവം എന്തെയില്ല, ഇത് നടക്കില്ല. എന്തുകൊണ്ട് ഈ ഡോക്ടർമാരൊക്കെ PGക്ക് പോകുന്നത്? ഡോക്ടർമാർ ഇപ്പോൾ ഒരു 23 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് മേ ബി ഡീസൻ്റ്ലി ഒരു 50,000 1 lakh വരെയൊക്കെ ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. പക്ഷേ അവർ അതേ സ്ഥിതി നിൽക്കുകയാണെങ്കിൽ 4 വർഷത്തിനപ്പുറം അവർ 1 lakh ഏൺ ചെയ്യുള്ളൂ ഭൂരിഭാഗം ആൾക്കാർ. അതുകൊണ്ടാണ് അവർ PGക്ക് പോകുന്നത്. അതെ. അപ്പോൾ ഒന്നാമത്തത് ഇതൊരു ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. നമ്മളൊരു വളരെ ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടോ സാധനങ്ങളോ നമുക്ക് പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല. ദേ വുഡ് ഹാവ് പുട്ട് എന്താ പറയുക എ ലോട്ട് ഓഫ് എഫേർട്ട് ഈവൻ ബിഫോർ. അവർ ചിലപ്പോൾ അതിനുള്ളൊരു എഫേർട്ട് ചിലപ്പോൾ സ്കൂൾ സമയത്ത് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മില്യണേഴ്സ് കിഡ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അങ്ങനെ ഉണ്ടാവാം. ഇനി ബൈ ചാൻസ് അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ എക്സ്ട്രോർഡിനറി ബ്രില്യൻസ് കൊണ്ട് അതിൽ എത്തിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു വളരെ മിനിമൽ നമ്പർ ഓഫ് ആളുകളാണ്. റൈറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെന്താ പറയുക, നമ്മളെപ്പോഴും ഒരു സർവൈവർഷിപ്പ് ബയസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. നമ്മളൊരു 100 ആൾക്കാർ ഒരു ഐലൻഡിൽ എത്തിപ്പെട്ടു എന്ന് വിചാരിക്കാം. ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ പറഞ്ഞത് ഇവിടെയുള്ള തെങ്ങിൻ്റെ ഓലൊക്കെ വെട്ടിയിട്ട് അവർക്ക് ചങ്ങാടം ഉണ്ടാക്കി, ഓരോരുത്തർ ചങ്ങാടം ഉണ്ടാക്കി രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ 100 ആൾക്കാരും ചങ്ങാടം ഉണ്ടാക്കി. ഒരാളെന്ത് ചെയ്തു, സംഭവം ഇന്ന് രക്ഷപ്പെട്ടു. ബാക്കി 99 ഇത് വളരെ ഡംബായിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു. 99 ആൾക്കാർ എന്ത് ചെയ്തു,
മുങ്ങിപ്പോയി. പക്ഷെ അപ്പുറത്ത് കാണുന്ന ഒരാള്, ഒരു പൊതുജനം എന്താ കാണുന്നത്? ഒരാള് രക്ഷപ്പെട്ടു, ഈസ് എ സർവൈവർ. ആ സർവൈവർ എങ്ങനെ രക്ഷപ്പെട്ടത്? ഈ ചങ്ങാടം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇയാളുടെ ഒരു വിജയത്തെ മാത്രം ബേസ് ചെയ്തിട്ട് ഇനി നിങ്ങൾ ഒരു ദ്വീപിൽ കുടുങ്ങിയാൽ നിങ്ങൾ ഇങ്ങനെ തെങ്ങിൻ്റെ ഓല കൊണ്ട് ചങ്ങാടം ഉണ്ടാക്കി രക്ഷപ്പെടണമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് ഈ ചങ്ങാടം ഉണ്ടാക്കിയിട്ടാണ് എല്ലാവരും രക്ഷപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് അത്? വലിയൊരു റോങ് ഇതാണ് സർവൈവേഴ്സ്. നമ്മൾ സർവൈവേഴ്സിനെ മാത്രമേ കാണുന്നുള്ളൂ. ഒരു സക്കർബർഗ് അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയി എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഡ്രോപ്പ് ഔട്ട് ആകാൻ നടക്കുന്നതും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മേ ബി ഒരു ആപ്പ് ഡെവലപ്മെൻറ്റ് പഠിച്ചിട്ട് ഏൺ ചെയ്യുന്നുണ്ടിട്ട് എല്ലാവരും ആപ്പ് ഡെവലപ്പേഴ്സ് ആകാൻ പോകുന്നതും, അല്ലെങ്കിൽ എല്ലാവരും ഡോക്ടേഴ്സ് ആകാൻ പോകുന്നതൊക്കെ ഇതേപോലെ എന്താ പറയുക, വലിയ അബദ്ധങ്ങളാണ്. ഇതാണ് നമ്മളെ സൊസൈറ്റിയിൽ ബേസിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ ഒരു വേറൊരു പെർസ്പെക്റ്റീവ്, ഞാനൊരു ഇതിൽ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ 20s ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒരിക്കലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇന്നത് എത്തണം, അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രീംസോ ആംബിഷൻസോ ഒന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഒരു ജോലി കിട്ടിയാൽ ആ ജോലി മേ ബി അതങ്ങനെ ഇതാക്കിയിട്ട് കുടുംബമൊക്കെ നോക്കി പോകണ്ടാവും, ഭയങ്കര സമാധാനത്തിൽ പോകണ്ടാവും. അപ്പോൾ പക്ഷെ നമുക്ക് ചില ആൾക്കാർക്ക് ഇങ്ങനെ ഓരോ പുറത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണും, എനിക്ക് അങ്ങനെയാണോ ഇങ്ങനെ പറ്റണേ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും നമ്മൾ ഈ ഭയങ്കര വലുതായിട്ടുള്ള എന്താ പറയുക വലിയ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അവർ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ ഒരിക്കൽ വെരി ഏർലി വെരി ക്വിക്കായിട്ട് ഈ സാധനങ്ങൾ നമുക്ക് ലൈഫിൽ വരണം, സംഭവിക്കണം, നടക്കണം എന്നുള്ള സംഭവം ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ എടുക്കാറ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഏകദേശം 12 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 12 ബിസിനസ്സിൽ 11 ഫെയിൽഡാണ്. അതിനിടയിൽ ഞാനൊരു കോർപ്പറേറ്റ് ജോബ് ചെയ്തു 3 വർഷം. ആൻഡ് ഈ 3 വർഷം കോർപ്പറേറ്റ് ജോബ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്തും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ലൈക്ക് ഫ്രം ദി ഔട്ട് സൈഡ് നോക്കുന്ന സമയത്തായിട്ടാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പ്ലാൻ ഹെഡ്, നത്തിങ് ഇല്ല. പക്ഷെ അതിനൊരു ബേസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വരാൻ ഇറങ്ങുന്നത്. തിരിഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത ഏറ്റവും നല്ല ഒരു സംഭവം ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ മാക്സിമം റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ ആ റിസ്ക് എടുത്തിട്ട് എന്തൊക്കെ സംഭവിക്കാൻ പറ്റുമോ, എൻ്റെ ലൈഫിൽ ഒരു സർക്കിളിൽ എന്തൊക്കെ സംഭവിക്കാൻ പറ്റുമോ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാനത് സോൾവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അത് കൊണ്ടുത്തന്ന ഇപ്പം നാളെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എനിക്ക് ആകെയുള്ള ഒരൊറ്റ കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് സംഭവിച്ചാലും ഞാൻ ഈ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ സ്കിൽസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനം ഞാനവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ ഒരു സാധനം ക്വിറ്റ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് റീബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധൈര്യം, ഇപ്പം മേ ബി നമുക്കൊരു പേടി സംഭവം ഉണ്ടാവും, എന്നാലും ആ സമയത്ത് നമുക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സാധനം നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇതേ എക്സ്പെരിമെൻറ്റ് ഞാൻ അതായത് ഈ പറഞ്ഞ ഡിസ്കഷൻ ഉണ്ടല്ലോ, നമ്മൾ 20s എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടായിട്ട് മുന്നേ നമ്മൾ ഇതേപോലെ ഞാനും കുറച്ച് ഫ്രണ്ട്സ് നമ്മളൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ആ കോൺവെർസേഷൻ്റെ ഇടയിൽ ഇതേപോലെ ഇല്ല പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ വി കാണ്ട് അഫോർഡ് ദാറ്റ് എന്നൊക്കെയായിട്ട് സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വർക്ക് ചെയ്യുന്ന ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല, നാളെ ക്വിറ്റ് ചെയ്തിട്ട് വേറൊരു ജോലിക്ക് ട്രൈ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നെന്ന് വെച്ചോ, നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാവുമോ? അപ്പോൾ ഇല്ല, തയ്യാറാവാനായിട്ട് ആർക്കും പറ്റില്ല. കാരണം ദി ഡോണ്ട് നോ ദി അൺസർട്ടനിറ്റി. അതെ, എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിസ്ക് അവേർഷൻ എന്നുള്ളത് ഒരു വലിയ, ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും 20s ഭയങ്കരമായിട്ട് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു വാദവും എനിക്കില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്, ഭയങ്കര ഒരു സാലറിയോ സാധനങ്ങളൊന്നും നമ്മൾ 22ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യരുത് നമ്മൾ. കാരണം ലൈഫ് ഈസ് എന്താ പറയുക, ഇതൊരു ലോങ് ടേം ഗെയിമാണ്. യു പ്ലേ ലോങ് ടൈം ഗെയിം വിത്ത് ലോങ് ടേം പീപ്പിൾ. ഇതാണ് ബേസിക്കലി എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ഇത് ഇത്രേ ഉള്ളൂ. ഈ റിസ്ക് അപ്പറ്റൈറ്റ് എന്നുള്ളത് ഓരോ ആളുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും, റൈറ്റ്? അതിനനുസരിച്ചായിരിക്കും അവരുടെ ലൈഫിലുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇതേ റിസ്ക് അപ്പറ്റൈറ്റ് വെച്ചിട്ട് നിങ്ങളെന്തോ 21ാമത്തെ വയസ്സിൽ എന്തോ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് എന്തില്ല, അത് വിചാരിച്ച് നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് എടുക്കുന്നതോ അല്ലെങ്കിൽ അത് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാലും കാര്യമുള്ളൂ. അത് അത്രേ ഉള്ളൂ. ആ എക്സ്പെക്ടേഷൻ ലൈഫിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ തിരിച്ചറിവാണ് എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും മിസ്സിങ് ആ സാധനം. അതെ, കാരണം എന്ത് കാര്യം ചെയ്യുന്ന സമയത്താണെങ്കിൽ ദിസ് ഇസ് സക്സസ്. ഇപ്പോൾ ഞാൻ 2 ആഴ്ച മുന്നേ ഞാനൊരു
ഒരാളിങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ഫുള്ള് എൻറ്റയർലി ഇങ്ങനെ 6 figure എന്ന് പറഞ്ഞിട്ടായിട്ട് സംഭവം ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് 6 figure എന്ന് വെച്ചാൽ എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഹി വാസ് ടോക്കിംഗ് കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് റവന്യൂ ആൻഡ് ആ 6 figure റവന്യൂ ബേസിക്കലി വാസ് ആനുവലി ആണ്. ആൻഡ് ഞാൻ മന്ത്ലി ഇതല്ലേ ഓക്കെ പറയുന്ന സമയത്ത് വെൻ യു ലുക്ക് ഫ്രം ദി ഔട്ട് സൈഡ് നമുക്ക് ഈ പറയാൻ ഭയങ്കര രസമാണ്. എന്നാൽ ഇന്റേണൽ അവിടെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഹി വാസ് ലുക്കിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു എടാ മന്ത്ലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 ലക്ഷം രൂപയാണ് ആനുവലി അവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അത് മന്ത്ലി 50,000 രൂപയാണ്. 10 clients ആണ്, 3 employees ഉണ്ട്. കമ്പനി ലോസിലാണ്. പക്ഷെ വെൻ യു ലുക്ക് ഫ്രം ദി ഔട്ട് സൈഡ് ഇറ്റ്സ് എ നൈസ് തിങ് ടു സേ. നല്ല ലേബൽ. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ബെറ്റർ സിംപ്ലർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർവാർഡ് പ്രൊഫസറുടെ ഒരു പുസ്തകമാണ്. ആളുടെ പേര് എനിക്ക് വയൽ കൊള്ളാത്ത പേരാണ്, പക്ഷേ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുസ്തകം. പുള്ളി അതിന് പറയുന്നൊരു വളരെ എനിക്ക് ഇന്നെൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്തൊരു സംഭവം, ഒരു തോട്ട്. ഫസ്റ്റ് യു ഹാവ് ടു ക്രിയേറ്റ് ദ വാല്യൂ, ദെൻ ഓൺലി യു ക്യാൻ ക്യാപ്ചർ ദ വാല്യൂ. ഫസ്റ്റ് നമ്മൾ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. ആ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. വാല്യൂനെ ഏതെങ്കിലും രീതിയിൽ ഇവനെ ഒരു ബിസിനസ് മോഡലാക്കിയിട്ട് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദർ ഷുഡ് ബി സംതിങ്. ഇപ്പം നിങ്ങൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എനിക്ക് 100K യൂട്യൂബ് ചാനലുണ്ട്. ഈ 100K യൂട്യൂബ് ചാനൽ ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ഞാനിതൊരു ഒരു സെപ്പറേറ്റ്, ഞാൻ എൻ്റെ എക്സ്&വൈയുടെ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഞാനൊരു സെപ്പറേറ്റ് ബിസിനസ് ഇതായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈവൺ ഒരു പ്രൊമോഷണൽ ബേസിനോ ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഞാൻ ഈ സംഭവം യൂസ് ചെയ്തിട്ടേ ഇല്ല. ബട്ട് ഈ 100K എത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് ഒരു പേഴ്സണൽ പ്രൊജക്റ്റാണ്. യു ആർ ക്രിയേറ്റിംഗ് സം കൈൻഡ് ഓഫ് വാല്യൂ. ഇതിനെങ്ങനെ ബിസിനസ് മോഡലാക്കണം ഞാൻ ചിന്തിച്ചില്ല, മേ ബി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ എനിക്കറിയില്ല. മേ ബി ദർ ഇസ് സംതിങ് പ്ലാൻ. ബട്ട് ഫസ്റ്റ് ഇനി അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യണം. വി ഷുഡ് ബിൽഡ് സംതിങ്, വി ഷുഡ് ബിൽഡ് സം പ്രൊഡക്റ്റ്, വി ഷുഡ് ബിൽഡ് സം കമ്മ്യൂണിറ്റി, റൈറ്റ്? ഇതില്ലാതെ നമുക്കൊരു വാല്യൂ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇത് ഈവൻ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിന് വളരെ ക്ലിയർ ആണ്. നമുക്ക് 1 ലക്ഷം രൂപ സാലറി കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് സം എന്താ പറയുക വാല്യൂ ക്രിയേറ്റഡ്, റൈറ്റ്? നിങ്ങൾ എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ നടത്തുന്നു എന്നുള്ളത് ഇത് കുറേ സ്വപ്നങ്ങളുടെ പേരെ നടക്കുന്ന ഒരു സംഭവമല്ല. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ എന്ത് ചെയ്യണം, അതിന് ഇക്വലൻ്റ് അല്ലെങ്കിൽ അതിന് എബോ ആയിട്ടുള്ളൊരു വാല്യൂ നിങ്ങൾ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവർ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് സാലറി തരുള്ളൂ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു ബേസിക് സംഭവം, സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഐ തിങ്ക് ഐ ഡോണ്ട് നോ വാട്ട് യുവർ ആൻസർ വുഡ് ബി. സേ നിങ്ങളെ കരിയർ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചോ, ലൈക്ക് യു ഗോയിങ് അഗെയിൻ, സേ ഒരു 15 വയസ്സ് ആ ഒരു ടൈമിൽ എനിക്ക് പോകാന്ന് വെച്ചോ, നിങ്ങൾ എങ്ങനെയായിരിക്കും ഇന്ന് എങ്ങനെയായിരിക്കും അത് ബിൽഡ് ചെയ്തുകൊണ്ടുവരുന്നുണ്ടാവുക? വളരെ ഹാർഡായിട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം എനിക്ക് എൻ്റെ കരിയറിൽ ഞാൻ ഭയങ്കര റോങ് ഡിസിഷൻസ് എടുത്തു എന്നുള്ളൊരു തോന്നലൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. ലൈക്ക് ഐ ഡോണ്ട് മേ ബി ആദ്യം റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളൊരു നല്ല കാര്യം. ഒന്നും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യില്ല. ഇന്നാണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മേ ബി IITസിലുള്ള കുറച്ചുകൂടി സംഭവങ്ങൾ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീനെ കുറച്ചുകൂടി മാക്സിമൈസ് ചെയ്യാൻ മേ ബി ഐ അഡ്വൈസ് മൈ യങ്ങർ സെൽഫ്. ആ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാം, കുറച്ചുകൂടി മാക്സിമൈസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു നമുക്ക് ബേസിക്കലി എന്താ ചെയ്യാൻ പറ്റുക, നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ലൈഫിൽ മിസ്റ്റേക്സ് വരുത്തുന്ന അല്ലെങ്കിൽ വരുത്തിയ ആളാണ്. ഈ മിസ്റ്റേക്സ് ലേൺ ചെയ്യുന്നത് 2 രീതിയിലാവാം. ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയിട്ട് നമുക്ക് എന്ന് ലേൺ ചെയ്ത് നമുക്കിത് പഠിക്കാം. നിങ്ങൾ പറഞ്ഞു ബിസിനസ് ലോട്ട് ഓഫ് ലേണിങ്സ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഓൾറെഡി മിസ്റ്റേക്സ് വരുത്തിയ ആളുകളോട് സംസാരിച്ചിട്ടോ അവരെഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടോ അവർ പറയുന്നത് കേട്ടിട്ടോ നമുക്ക് ആ മിസ്റ്റേക്സ് വരുത്താതെ നോക്കാം. ഇത് രണ്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. എനിക്ക് മേ ബി ഞാനിപ്പോൾ ഈ കോൺവെർസേഷനിൽ പറഞ്ഞ കാര്യം, മേ ബി എനിക്ക് ആ ഒരു IIT കിട്ടിയ ഒരു എക്സ്പോഷർ. IIT എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ്, IIT നമ്മൾ പഠിക്കാൻ പോകുന്നത് നല്ല എഞ്ചിനീയർ ആവാനോ ഒന്നല്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ മാക്സിമൈസ് ചെയ്യാൻ നമുക്കുള്ള ഒരു അബണ്ടൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയാണ്. ആ ഓപ്പർച്യൂണിറ്റീസിൽ കുറച്ചുകൂടി എന്ത് ചെയ്യാമായിരുന്നു, എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്നുള്ളത് ലൈക്ക് ദാറ്റ് വിൽ ബി ആൻ അഡ്വൈസ് ദാറ്റ് വിൽ ഗിവ് ടു മൈ യങ്ങർ സെൽഫ്. അതേപോലെ തന്നെ മേ ബി കരിയറിൻ്റെ ഏർലി ഫേസിൽ തന്നെ കുറച്ചുകൂടി നമ്മൾ അക്കൗണ്ടബിൾ ഓർ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓണർഷിപ്പ് എന്നുള്ളത് നമുക്ക് എടുക്കാമായിരുന്നു എന്നുള്ളത്. ആൻഡ് എന്താ പറയുക, മേ ബി അതായിരിക്കും ഞാൻ എൻ്റെ ഒരു യങ്ങർ സെൽഫിനോട് പറയാം. അതിലപ്പുറം വലിയ ഉപദേശങ്ങളൊന്നും ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ പാൻ ഔട്ട്. ഓക്കെ, സോ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പ്രൊഫഷണൽസ്, റൈറ്റ്? ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്തും ടീച്ചേഴ്സിൻ്റെ അടുത്തും പ്രൊഫഷണൽസിൻ്റെ അടുത്തും ഓർ ഈവൻ പാരൻസ്, റൈറ്റ്? ഈ 4 സെഗ്മെൻറ്റ് 4 ആൾക്കാരുടെ അടുത്തും കറൻ്റ്ലി നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും സമ്മറൈസ് ചെയ്തിട്ടൊരു സംഭവം പറയണം, നിങ്ങൾ ഇന്ന സാധനങ്ങൾ മാറ്റണം, ഇന്ന സാധനങ്ങൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ?
സ്റ്റുഡൻസ് അല്ലേ, സ്റ്റുഡൻസിനോട് പറയാനുള്ളത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നല്ല സ്ഥലത്ത് പോകുക. അതാണ് എല്ലാ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്നുള്ളത് നിങ്ങൾ നല്ലൊരു എൻവയോൺമെൻറ്റിൽ പോയി ഇരിക്കുക എന്നുള്ളതാണ്. അത് ഒരിക്കലും നമ്മുടെ നാട്ടിലൊരു സ്കൂളിൽ നിന്നോ ഈവൻ നമ്മുടെ നാട്ടിലൊരു നോർമൽ കോളേജിൽ നിന്നോ കിട്ടൂല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ IIT പോകുന്നത് എന്തിനല്ല, നിങ്ങൾ IIT പോകുന്നത് ഡെഫിനറ്റ്ലി നല്ലൊരു എഞ്ചിനീയർ ആവണം എന്ന് വിചാരിച്ചിട്ടൊന്നും എല്ലാവരും അല്ല. ഇപ്പോൾ എൻ്റെ വർഷം കേരള എഞ്ചിനീയറിങ്ങിന് ഫസ്റ്റ് റാങ്ക് വാങ്ങി ദീപക് മോഹൻ. വെൻ ടു IIT, വെൻ ത്രൂ സ്റ്റാർട്ടപ്പ് IIM. ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയനാണ്, സ്റ്റാൻഡപ്പ് കോമഡി. ഓക്കെ. അതേപോലെ തന്നെ എൻ്റെ അടുത്ത വർഷം ദിലീപ് വെൻ ടു ഈ പറഞ്ഞ പോലെ കേരള എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക്. അതേ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളൊപ്പം പഠിച്ചിട്ടൊക്കെ ഞാൻ ഒരു വർഷം സീനിയർ ആണെങ്കിൽ പോലും. അത് കഴിഞ്ഞ് ദിലീപ് കൊറിയ സാംസങ്ങിൽ മേ ബി ക്രോർസ് ഓഫ് സാലറിക്ക് വർക്ക് ചെയ്യാൻ പോയി. 2-3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു, ജോബ് പിക്ക് ചെയ്തു, സിവിൽ സർവീസ് പ്രിപ്പറേഷന് പോയി. 2 വർഷം അങ്ങനെ പോയി. സിവിൽ സർവീസിൽ 21 റാങ്ക് എന്തോ വാങ്ങി, തിരൂർ സബ് കളക്ടറാണ്. ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ്, എന്താ പറയുക, ട്രജക്ടറീസ്. ഞാൻ ഈ പറഞ്ഞ പോലെ കോർ ടെക്കിലോട്ട് പോയി. ഇപ്പോഴും കുറച്ച് കോർ ടെക്ക് എൻ്റെ കമ്പനിയിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, പ്ലസ് എഡ്യൂക്കേഷനിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. ഞങ്ങളുടെ കമ്പനിയിൽ CEO ഉണ്ട്, ഫവാസ്. ഇതേപോലെ എൻ്റെ തൊട്ട് ജൂനിയറായിട്ട് IIT വന്നതാണ്. ഇവൻ ടു ഷിപ്പ് ബിൽഡിങ്, അതിലോട്ട് കുറച്ച് പോയി. പിന്നെ IIM പോയി. MN ടു Paytm, സ്റ്റാർട്ടപ്പിലോട്ട് തിരിച്ചു വന്നു. ഇതൊരു എന്താ പറയുക, ഒരു ജേണിയാണ്. ഈ ജേണിയിൽ നമ്മളെ കേപ്പബിൾ ആക്കുന്ന, നമുക്ക് കിട്ടാവുന്ന ഒരു, അതിനർത്ഥം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് പോകാത്തവർ സക്സസ്ഫുൾ ആവില്ല എന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ദിസ് ഇസ് ദ ബെസ്റ്റ് ചാൻസ് ദാറ്റ് യു ക്യാൻ ഗിവ് ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് കൊടുക്കാവുന്ന ബെസ്റ്റ് ചാൻസ് എന്താണ്? നിങ്ങൾ നല്ലൊരു സ്ഥലത്ത് പോകുക എന്നുള്ളതാണ്. ആ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലൊക്കെ എന്ത് ചെയ്തോളൂ, എത്തിച്ചോടും എന്നുള്ളതാണ്. അതാണ് സ്റ്റുഡൻസിനോട് എനിക്ക് എന്തിലാണെന്നുണ്ടെങ്കിലും നല്ല നിങ്ങൾക്ക് ഒരു 18-ാമത്തെ വയസ്സിൽ ഒരാൾ ഇന്നതാവണമെന്ന കരിയർ ഫിഗർ ഔട്ട് ചെയ്തോണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ബട്ട് വാട്ട് എവർ ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ഫീൽ ദാറ്റ് ഇസ് റൈറ്റ് ഫോർ യു, ഓർ ലൈക്ക് വാട്ട് യു ആർ റെഡി ഫോർ. മേ ബി ആർട്സിലാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പോവാം, അല്ലെങ്കിൽ ഐസർ പോവാം, IIT പോവാം, എയിംസിൽ പോവാം. ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം ചൂസ് ചെയ്യുക, അവിടെ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇതാണ് ഒന്ന് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഇപ്പോൾ പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, നിങ്ങൾ വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ക്രിയേറ്റ് സം വാല്യൂ. അല്ലാതെ നിങ്ങളൊരു 9 to 5 ജോബ് നിങ്ങൾ ചെയ്തത് കൊണ്ടോ മാത്രം എന്ത് ചെയ്യില്ല, നോ വൺ ഈസ് ഗോയിങ് ടു കെയർ ഫോർ യു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത്. യു ടു ഓൾവേസ് ഗോ ദാറ്റ് എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, 9 to 5 പകരം 9 to 9 ജോബ് ചെയ്യുക എന്നുള്ളതല്ല, റൈറ്റ്? ബട്ട് ഇപ്പം എൻ്റെ വല്യപ്പ പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികൾക്ക് ചോറില്ല, പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾക്കും ചോറില്ല. പിന്നെ ആർക്കാണ് ചോറുള്ളത്? പറയാതെ കേൾക്കുന്ന ആൾക്കാർക്കാണ് ചോറുള്ളത്. അപ്പം അതൊരു ഫിലോസഫിയാണ്. നമുക്ക് ലൈഫിൽ നമുക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. നോ വൺ ഈസ് ഗോയിങ് ടു റോ ഫോർ യുവർ ഗ്രോത്ത്. നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഒക്കെ, വാട്ട് എവർ യു ആർ ഡൂയിങ്, ഇറ്റ് പുട്ട് ദാറ്റ്, എന്താ പറയുക, എക്സ്ട്രാ എഫേർട്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, സംഭവം ഇടണം. അതാണ് നമ്മൾ ഗ്രോത്തിലോട്ട് ബേസിക്കലി എത്തിക്കുക. ഇറ്റ്സ് നത്തിങ്, അല്ലെങ്കിൽ അല്ലാതെ വേറെ ഫാൻറ്റസീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സോ സാധനങ്ങളോ, ഏത് കോഴ്സിന് ഈ പറഞ്ഞ പോലെ നല്ല സ്ഥലങ്ങൾക്കൊക്കെ നിങ്ങളെ പ്രൊപ്പൽ ചെയ്യാവുന്നൊരു ലിമിറ്റ് ഉണ്ട്. ബിയോണ്ട് ദാറ്റ് ഇറ്റ്സ് ഓൾ യു എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ആരാ? പാരൻസിനോട് ആകെ പറയാനുള്ള കാര്യം എന്താ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളുടെ കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് കാണാൻ നിർത്തിയിട്ട് ഞങ്ങളൊക്കെ ഫോട്ടോ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിലും ഞാൻ എല്ലാ പാരൻസിനോട് പറയുന്നത്, പത്രത്തിൽ ആഴ്ചയിൽ 3 ദിവസം വരുന്ന ഒരു നിങ്ങൾ വായിക്കുക. എന്താ ഏറ്റവും ബെസ്റ്റ് പാരന്റിങ് അഡ്വൈസ് ഞാൻ കേട്ടിട്ടുള്ളത്, ടാങ്കിലുള്ളത് ടാപ്പിൽ വരുള്ളൂ എന്നല്ല. നിങ്ങളാകുന്ന ടാങ്കിലുള്ളത് കുട്ടികളാവുന്ന ടാപ്പിൽ വരുള്ളൂ. നിങ്ങൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചുറ്റുള്ള ലോകത്തെക്കുറിച്ച് എത്രത്തോളം അവെയർ ആവുന്നോ അതിൻ്റെ റിഫ്ലക്ഷനാണ് നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുക, റൈറ്റ്? നിങ്ങൾ കുട്ടികളുടെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് വരാതിൻ്റെ നിങ്ങളുടെ ഫോൺ ഉപയോഗം നിങ്ങൾ ആദ്യം യു ഷുഡ് ചെക്ക്, റൈറ്റ്? അപ്പോൾ ഇതാണ്. പിന്നെ എന്താ പറയുക, ടീച്ചേഴ്സിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ടീച്ചേഴ്സ് പക്ഷേ നിങ്ങൾ കുറച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ദ വേൾഡ് വിൽ ചേഞ്ച്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പക്ഷേ ടീച്ചേഴ്സ് ആർ ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് പീപ്പിൾ ടു ചേഞ്ച്. ഏറ്റവും കാരണം ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മേ ബി അതിനെ കുറച്ച് നന്നാക്കാൻ പറ്റിയ അല്ലാത്ത ടീച്ചേഴ്സ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഒരുപാട് ഐ ഹാവ് മെറ്റ് ലോട്ട് ഓഫ് അമേസിങ് ടീച്ചേഴ്സ്, ബട്ട് മോസ്റ്റ് ഓഫ് ദം ഡോണ്ട് വാണ്ട് ടു ചേഞ്ച്. ഒരുപാട് ആൾക്കാർക്കും ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമില്ല.
ഒരുപാട് ആൾക്കാർക്കും കൂടുതൽ ഒന്നില്ല, ചെയ്യാൻ താല്പര്യമില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ക്രിറ്റിസിസം, ബട്ട് യാ. സോ ലാസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സേ നിങ്ങളെ മുന്നിൽ ലൈക്ക് സപ്പോസ് ദിസ് ഇസ് എ സ്റ്റേജ്, നിങ്ങളെ മുന്നിൽ ലൈക്ക് ദ ടോട്ടൽ 8.5 ബില്യൺ പോപ്പുലേഷൻ ഇങ്ങനെ മുന്നിൽ ഇരിക്കേണ്ടി വെച്ചോ. നിങ്ങളെ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു 3 മേജർ ലെസൺസ് എന്തായിരിക്കും ഒരു വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക? ഓർ സേ ദിസ് ഇസ് യുവർ ലാസ്റ്റ് പോഡ്കാസ്റ്റ്, നിങ്ങൾ എന്തായിരിക്കും ഷെയർ ചെയ്യുക? ഒന്ന്, നിങ്ങൾ എത്തിപ്പെടുന്ന എൻവയോൺമെൻറ്റ് വിൽ ഡിഫൈൻ യു. സോ ട്രൈ ടു റീച്ച് എന്താ പറയുക ദ ബെസ്റ്റ് പ്ലേസസ്, റൈറ്റ്? നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ ഞങ്ങൾ ശ്രമിക്കുക. ആൻഡ് ദാറ്റ് വിൽ എന്താ പറയുക ഗിവ് യു ഹ്യൂജ് അഡ്വാൻറ്റേജ്. അതൊരിക്കലും വിചാരിക്കാത്ത അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തേത്, ബിയോണ്ട് മണി തിങ്ക് ഓഫ് ഹൗ യു ക്യാൻ ആഡ് വാല്യൂ ടു ദിസ് വേൾഡ്. നിങ്ങൾ ലോകത്തിൽ എന്തെങ്കിലും വാല്യൂ നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് വാട്ട് എവർ യു വാണ്ട്. നിങ്ങൾക്ക് പൈസ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും, നിങ്ങൾക്ക് ഫെയിം ആണെങ്കിൽ അത് കിട്ടും, നിങ്ങൾക്ക് പവർ വേണമെങ്കിൽ അത് കിട്ടും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ട് വി ഷുഡ് ആഡ് സംതിങ് വാല്യുബിൾ ടു ദിസ് വേൾഡ്. ഓക്കെ, ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള സംഭവം എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ആഡ് ചെയ്യാം. 3 മൂന്നാമത് ഇപ്പം എന്താ പറയുക, ഒരു വലിയൊരു ഓഡിയൻസിനെ കിട്ടുകയാണെങ്കിൽ ഓർ ദിസ് ഇസ് മൈ മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക ബി കൈൻഡ് ടു പീപ്പിൾ. നിങ്ങൾ ആസ് എ പേഴ്സൺ അൾട്ടിമേറ്റ്ലി വാട്ട് മേക്സ് യു ഹാപ്പി ഈസ് യുവർ ഗുഡ് റിലേഷൻഷിപ്സ്. നിങ്ങൾ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ പൈസക്ക് നിങ്ങളെ ഒരു ബിയോണ്ട് എ പോയിന്റ് നിങ്ങൾ ഒരിക്കലും ഹാപ്പി ആക്കാൻ പറ്റില്ല. ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൽട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വേൾഡിലെ ലോങ്ങസ്റ്റ് റണ്ണിങ് സ്റ്റഡിയാണ് ഹാർവാർഡ് സ്റ്റഡി. 1940s തുടങ്ങിയതാണ്. ഹാർവാർഡ് സ്റ്റഡിയിൽ ദേ ആർ സ്റ്റിൽ ഫോളോയിങ് ദ പീപ്പിൾ, അവരുടെ നെക്സ്റ്റ് ജനറേഷൻ. അന്ന് ഒരു ഹാർവാർഡ് സൊഫമോർസ് ആയിട്ടുള്ള അവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ക്രൗഡിനെ അവരെടുത്ത് ലൈഫ് ലോങ് അവരെ ഫോളോ ചെയ്തിട്ട് അവരുടെ ലൈഫിലെ ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒക്കെ പഠിച്ചു. അപ്പോൾ അതിന് അവർ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഹാർവാർഡ് പോയാത്ത പോലെ നല്ല സ്ഥലത്ത് പോയ ആൾ, ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത്, അതും ആ വാറിൻ്റെ ഒരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒക്കെ ടൈമിൽ പോയിട്ടുള്ള ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർ സ്റ്റഡി ചെയ്തപ്പം അവരെല്ലാവരും ലൈഫിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, മണി ക്യാൻ അതിൽ പല ആൾക്കാരും നല്ല ഏർണിങ്സ് ഉള്ള ആൾക്കാരായിരുന്നു, ബട്ട് മെനി ഓഫ് ദം വെർ നോട്ട് റിയലി ഹാപ്പി ഇൻ ദെയർ ലൈഫ്, കുഡ് നോട്ട് ഫൈൻഡ് പീസ് ഇൻ ദെയർ ലൈഫ്. അതിന് കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്ന് ആൽക്കഹോളിസം, ദാറ്റ് എന്താ പറയുക അവരെ ലഹരി എന്നുള്ളത് അവരുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ലെഡ് മോസ്റ്റ് ഓഫ് ദം ടു ബ്രോക്കൺ റിലേഷൻഷിപ്സ്. ഓക്കെ, ആൻഡ് ആൽക്കഹോൾ മോസ്റ്റ് ഓഫ് ദം ടു ബ്രോക്കൺ റിലേഷൻഷിപ്സ്. അത് അവരുടെ ലൈഫിനെ ഭീകരമായിട്ട് ബാധിച്ചു. ആൻഡ് ദോസ് ഹു ആർ വെരി ഹാപ്പി ത്രൂ ഔട്ട് ദെയർ ലൈഫ് വാസ് ദ പീപ്പിൾ ഹു ഹാഡ് വെരി ഗുഡ് റിലേഷൻസ്. അവരുടെ ഫാമിലിയുമായിട്ടും ഒക്കെ നല്ല റിലേഷൻസ് ഉണ്ടായ ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി അവർ ലൈഫിൽ ഹാപ്പി ആയിരുന്നതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഹാർവാർഡ് സ്റ്റഡി അഡൽട്ട് ഡെവലപ്മെൻറ്റ് സ്റ്റഡീൻ്റെ ഒരു ഭാഗമായിട്ട് അവർ ആ സമയത്ത് ബോസ്റ്റണിലുള്ള ഏറ്റവും മോശം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇട്ടു. ആൻഡ് ദേ കണ്ടിന്യൂസ്ലി 80 years ദേ മോണിറ്റർ ചെയ്തു. ഓക്കെ, ഇപ്പോഴും അവരുടെ നെക്സ്റ്റ് ജനറേഷനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റഡി ഇപ്പോഴും ഓൺ ഗോയിങ് സ്റ്റഡിയാണ്. അതിനും കണ്ടെത്തിയത് സെയിം സംഭവമാണ്. ദോസ് ഹു വെൻ ടു ജയിലിലോട്ട് പോയ ആൾക്കാർ, ദേ ഗോട്ട് എ ഗുഡ് മെൻറ്റർ ഇൻ ദെയർ ലൈഫ്. ഒരാൾക്ക് നല്ലൊരു മെൻറ്ററെ കിട്ടി, ദാറ്റ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തു. നല്ല റിലേഷൻഷിപ്സിലോട്ട് അയാൾ അവനെ എത്തിച്ചു. അയാൾ അത് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ചു. മേ നോട്ട് ബി വെൽത്തി ഇനഫ്, ബട്ട് ദേ വർ ഹാപ്പി ഇൻ ദെയർ ലൈഫ്. ചിരിച്ചുള്ള ആൾക്കാരുണ്ട്. ബേസിക്കലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന വലിയൊരു ഫാക്ടർ എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം ആളുകളുമായിട്ട് കൂടിയലാണ്, നിങ്ങൾക്ക് എത്രത്തോളം നല്ല റിലേഷൻസ് നിങ്ങളുടെ ഫാമിലിയായിട്ട്, വൈഫായിട്ട്, കുട്ടികളായിട്ട്, പാരൻസിനായിട്ട്, ഫ്രണ്ട്സിനായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ എന്താണ് വലിയൊരു സംഭവമാണ്, വലിയൊരു കാര്യമാണ്. അത് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവമാവണം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ മറ്റ് അഡിക്ഷൻസിലോട്ട് കാര്യങ്ങളിലോട്ട്. പണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആൽക്കഹോളിക് അഡിക്ഷൻ ആയിരിക്കും, ഇന്ന് MDMA മറ്റേ ലഹരി, മേ ബി ഈവൻ ഡിജിറ്റൽ അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ, അതുമൂലം നമുക്ക് മേ ബി ഫാമിലിയോട് സംസാരിക്കാൻ ടൈമില്ലാത്ത അവസ്ഥ. ഇതൊക്കെ മേ ബി ഇന്നത്തെ ഇതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. മൂന്നാമത്തെ അഡ്വൈസ് എന്നുള്ളത് ഹാപ്പി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കുക, ആൾക്കാരോട് കൈൻഡ് ആവുക. ഇതാണ് എനിക്ക് തോന്നിയ കാര്യം. രണ്ട് സാധനങ്ങൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ ഓർമ്മ. അതിൽ ഒന്ന് മാത്രം ഷെയർ ചെയ്യാം. റീസെൻ്റ്ലി ഞാനൊരു സാധനം ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതൊരു കോച്ചോ ആരൊരാൾ അവരെ മെൻറ്റീസ് ഉണ്ടാവില്ലേ, മെൻറ്റീസിൻ്റെ അടുത്ത് ഒരു എക്സ്പെരിമെൻ്റ് അയച്ചോ. അവരുടെ അടുത്ത് ചെയ്തൊരു എക്സ്പെരിമെൻ്റാണ് ഐഡിയൽ ഡേ. നിങ്ങളുടെ ഐഡിയൽ ഡേ
എന്തായിരിക്കും എന്നുള്ളതൊന്നും ഇരുന്നിട്ട് നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാളുടെ ലൈക്ക് നമ്മളിപ്പോൾ ഐഡിയൽ ഡേ എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും പല സംഭവങ്ങൾ ചിന്തിക്കുമല്ലോ. ഐ തിങ്ക് അത് വേറൊരു പെർസ്പെക്റ്റീവിലും കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നൊക്കെ ഇതിലൊക്കെ ഒരു സാധനം കൂടെ കണ്ടിട്ടാണ്. അപ്പോൾ അതിൽ ഭൂരിഭാഗം ആൾക്കാരും ആ ഐഡിയൽ ഡേ ഡിഫൈൻ ചെയ്തിട്ടിരിക്കുന്നത് അത് അവരുടെ വൈഫ്, ഫ്രണ്ട്സ്, അവരുടെ വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട പോലെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഐഡിയൽ ഡേ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും തേടി പോകുന്നത് അതാണ്. പക്ഷെ സംവേർ എവിടെയോ അല്ല, ഇതിന് സമയം കിട്ടുന്നില്ല. അതായത് പ്രശ്നം ഇതിനു വേണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി പഠനം, ജോലി എല്ലായിട്ട് വി ഷുഡ് ഫൈൻഡ് സം ടൈം ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ് എന്നുള്ളതാണ് തോന്നുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ റിയലൈസേഷൻ ഫ്രം ദിസ് കോൺവെർസേഷൻ? എന്താ പറയാ, അങ്ങനെ ഞാൻ കുറച്ച് ഒരു സ്ലോ തിങ്കറാണ് തോന്നുന്നത്. ഓക്കെ. അതായത് ചോദിക്കുന്ന ഓരോ ചോദ്യം ഇപ്പം പോലും ഒരു റിയലൈസേഷൻ ചോദിക്കുമ്പോൾ ഐ കാണ്ട് ലൈക്ക് എന്താ പറയുക ഒരു റാപ്പിഡ് ഫയർ പോലെ ഉത്തരം പറയാൻ സത്യം പറഞ്ഞാൽ പറ്റില്ല, എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് നൈസ് സംഭവമായിരുന്നു. കാരണം നമ്മൾ സാധാരണ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനെ കുറിച്ചും എഐനെ കുറിച്ചും ഇതൊക്കെ ഇറ്റ് വാസ് എ ബ്ലെൻഡ് ഓഫ് എവറിത്തിങ്. പ്ലസ് മേ ബി എഡ്യൂക്കേഷൻ കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളത് ഇറ്റ്സ് എ ഗുഡ് തിങ്. നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതാണ്. ബട്ട് വി ഡിഡ്ന്റ് ടോക്ക് അബൌട്ട് ഇറ്റ് ടു മച്ച്. ഓൾറെഡി അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. സോ മേ ബി ആ ഒരു യങ്ങർ ഏജിലോട്ടൊക്കെ പോയത് ഇറ്റ്സ് ഗുഡ്. എനിക്കും കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, മേ ബി മെല്ലെ റീവൈൻഡ് ചെയ്യാൻ പറ്റി. Thank you. It is good. Thank you so much. Thank you so much for your time and for teaching me. Yeah.